ഇന്നാരാ പ്രയർ? പ്രയർ ആരോ പറയാൻ തയ്യാറെങ്കിൽ പറഞ്ഞോട്ടോ. Dear God, please show me how to spend this day, sharing your love in every way. Help me to be kind to everyone, to play and laugh and have lots of fun, shining your light and giving your grace, sharing your joy with a smile on my face. Amen. നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ചൈൽഡ് വെൽഫെയറിനെ കുറിച്ചാണ്. ശിശു സംരക്ഷണം അല്ലെങ്കിൽ ശിശുക്ഷേമം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ഒരു കുട്ടിയുടെ എന്താ പറയാ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഒരു പ്രൊട്ടക്ഷൻ, ഒരു നല്ലൊരു എൻവയോൺമെന്റ് ആണ് കുട്ടികൾക്ക് ആവശ്യം. നല്ല രീതിയിൽ അവർക്ക് വളർന്നു വരാനായിട്ട് നല്ല ഫുഡും അതേപോലെ തന്നെ എന്താ പറയാ നല്ല ഷെൽട്ടറും അതേപോലെ വളർന്നു വരാനുള്ള നല്ലൊരു സാഹചര്യമുള്ളൊരു ഇടമാണ് ഒരു കുട്ടിക്ക് വളർന്നു വരാനായിട്ട് ആവശ്യം. അപ്പൊ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ചിൽഡ്രൻ ആൻഡ് ദ ഫാമിലി ആണ്. ഇന്നാണ് എന്താ ഡിസ്കസ് ചെയ്യുന്നത്? കുട്ടിയും അവന്റെ വീടും. കുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് കൂടുതൽ അവരെപ്പോഴും കാണുന്ന ആരെയാണ്? നമ്മുടെ പാരന്റ്സിനെ തന്നെയാണ്, അല്ലെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ തന്നെയാണ്. അതേപോലെ തന്നെ കുഞ്ഞു കുട്ടികൾ എപ്പോഴും ഫാമിലിയിലെ തന്നെ ആയിരിക്കും ഉണ്ടാവുന്നത്. ചില അവരുടെ വീടായിരിക്കും അത് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. നോക്കാം കേട്ടോ. The family surrounding the children has an important role in welfare. അപ്പൊ ഫാമിലി സറൗണ്ടിങ്സ് ആണ് കുട്ടികളിൽ അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്, ഇമ്പോർട്ടന്റ് റോള് വഹിക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിയുടെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കുട്ടിയുടെ ഓരോ ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അതെല്ലാം എവിടെ നിന്നാണ്? ഫാമിലിയിൽ നിന്നാണ്. ഒരു ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അത് കണ്ടുപഠിച്ചിരിക്കുന്ന ആരുടെ അടുത്തുനിന്നായിരിക്കും? ഫാമിലിന്നായിരിക്കും. If the family background is not good, it is likely to affect the child's life and development. ഇപ്പൊ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കുറച്ച് നല്ലതല്ലെങ്കിൽ ആ കുട്ടിയുടെ വളർച്ചയും ആ കുട്ടിയുടെ ജീവിതത്തെയും അത് വളരെ മോശമായിട്ട് എന്ത് ചെയ്യും? എഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നല്ലൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ കുട്ടി മോശം ഒരു സാഹചര്യത്തിൽ വന്ന കുട്ടി തമ്മിൽ അവരുടെ ക്യാരക്ടർ തന്നെ എന്താണ് വ്യത്യാസം ഉണ്ടാവും. Therefore, scheme for welfare of the children are to be extended to the family. Minimum family well-being is to be ensured. അപ്പൊ നമ്മുടെ വെൽഫെയർ സ്കീം, കുട്ടികളുടെ വെൽഫെയർ, ചൈൽഡ് വെൽഫെയർ സ്കീമിന് ഫാമിലിയിലേക്കും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ മിനിമം ഒരു വെൽബീയിങ്, ഫാമിലിയിൽ എങ്ങനെയാണ് ഓരോ വ്യക്തികളും എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തണം. ദ ഫാമിലി ഹാസ് ടു പ്രൊമോട്ട് ഹെൽത്തി ഹാബിറ്റ്സ് ഇൻ ദ ചിൽഡ്രൻസ്. കുട്ടികളിൽ ഹെൽത്തി ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? അവരുടെ ഫാമിലി അല്ലെങ്കിൽ അവരുടെ പാരന്റ്സിന്റെ ഉത്തരവാദിത്തമാണ് ഹെൽത്തി ഹാബിറ്റ്സ്. The health of the individual depends on what he does and not what he knows. ഹെൽത്ത് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് എന്തൊക്കെ അറിയാം, ഒരു വ്യക്തിയുടെ അദ്ദേഹത്തിന് എന്തൊക്കെ അറിയാം, അതെന്തൊക്കെ ചെയ്യാം, അതിനനുസരിച്ചാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഓഫ് കോഴ്സ് എ പേഴ്സൺസ് ഹെൽത്ത് ഹാബിറ്റ്സ്, ആറ്റിറ്റ്യൂഡ് ആൻഡ് ദ ഗോൾ ആർ ദ റിസൾട്ട് ഓഫ് ലേണിംഗ് എക്സ്പീരിയൻസ്. അദ്ദേഹം എന്താണോ ലേൺ ചെയ്തത് അല്ലെങ്കിൽ ആ ഒരു കുട്ടി എന്താണോ ലേൺ ചെയ്യുന്നത് അതായിരിക്കും അദ്ദേഹത്തിന്റെ ഹെൽത്ത് ഹാബിറ്റ്സ്, അതേപോലെ ആറ്റിറ്റ്യൂഡ്, ഗോൾ എന്ന് പറയുന്നത്. അതും കുട്ടിയുടെ വീട്ടിൽ നല്ല ഹെൽത്ത് ഹാബിറ്റ് ഫോളോ ചെയ്യുന്ന ഒരു വീടാണെങ്കിൽ എല്ലാ ദിവസവും രാവിലെ കുളിക്കും, അതേപോലെ ബ്രഷ് ചെയ്യും, അത് കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടാണ് ഭക്ഷണം കഴിക്കണം. അപ്പൊ അവന്റെ റുട്ടീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കും. വേറൊരു വീട്ടിൽ എങ്ങനെയാണ്? അങ്ങനെയൊന്നുമില്ല. കുളിച്ചിട്ട് ഫുഡ് കഴിക്കണം അങ്ങനെ നിർബന്ധമൊന്നും ഇല്ലെങ്കിൽ അവനെങ്ങനെ ഇരിക്കും? അവര് ഫോളോ ചെയ്യുന്ന ആ ഒരു രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്ത് പോണത്. It is primary education that build up this healthy habit in the family. അപ്പൊ നമ്മുടെ പ്രൈമറി എഡ്യൂക്കേഷൻ ആണ് എന്ത് ഹെൽത്തി ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യണത്. ഫാമിലീസിനാണ് ഏറ്റവും കൂടുതൽ എന്ത് ഇമ്പോർട്ടന്റ് റോൾ ഉള്ളത് എന്ത് കുട്ടിയുടെ ഹെൽത്തി ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യണ കാര്യത്തില്. എന്താണ് ഹെൽത്തി ഹാബിറ്റ്സ് എന്നുള്ളത്? ഹെൽത്തി ഹാബിറ്റ്സ് എന്ന് പറഞ്ഞത് എന്തൊക്കെയാണ് ഹെൽത്തി ഹാബിറ്റ്സ് എന്ന് ഓരോരുത്തർ പറഞ്ഞു കേട്ടോ. ഞാൻ എക്സാമ്പിൾ പറയാം. എല്ലാ ദിവസവും എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് പ്രാവശ്യം എന്ത് ചെയ്യണം? ബാത്ത് ചെയ്യണം. രാവിലെയും വൈകുന്നേരം കുളിക്കണം. അത് എന്താണ്? ഒരു ഹെൽത്തി ഹാബിറ്റ് ആണ്. എനിക്കറിയാവുന്ന ഒരു ഹെൽത്തി ഹാബിറ്റ് ആണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് അറിയാവുന്നത് ഓരോരുത്തരായിട്ട് പറഞ്ഞോട്ടോ. ഓരോരുത്തർ പറയാം. ഓക്കെ. മോർണിംഗ്
ബ്രഷ് ചെയ്യണം. അതേപോലെ തന്നെ നൈറ്റ് ഫുഡ് കഴിഞ്ഞതിന് ശേഷം ബ്രഷ് ചെയ്യണം. ബിഫോർ സ്ലീപ്പ് ആൻഡ് ബിഫോർ വേക്ക്. Eating veggies and fruits. 2 നേരം ബ്രഷ് ചെയ്യും. നീതു എന്താ പറഞ്ഞ ക്ലിയർ ആയില്ല, ഓരോരുത്തർ പറയട്ടോ. Eating veggies and fruits. ഓക്കെ, വെജിറ്റബിൾസും ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുക. അടുത്തത് വാഷിംഗ് ഹാൻഡ്സ്. ഭക്ഷണത്തിന് മുമ്പ് ശേഷം കൈ കഴുകണം. ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ മുമ്പ് നല്ല രീതിയിൽ കൈ വാഷ് ചെയ്യണം. ഓക്കെ. ഡ്രിങ്ക് സഫിഷ്യന്റ് വാട്ടർ. ലോങ് ഹെയർ, തല നല്ലതുപോലെ ചീകി വെക്കണം. ശരിയാണ്, മുടി നല്ല രീതിയിൽ ചീവി കെട്ടണം. നെയിൽസ് പ്രോപ്പറായിട്ട് കട്ട് ചെയ്യുക. നെയിൽസ് ഒക്കെ പ്രോപ്പറായിട്ട് കട്ട് ചെയ്ത് ആ ലെവലിൽ നിർത്തുക. അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്ത് വെക്കുക. ഓക്കെ, പ്രേ ചെയ്യാം. എക്സസൈസ് ചെയ്യാവുന്നതാണ്. രാവിലെ എഴുന്നേറ്റ് നടക്കാൻ പോകുക, അല്ലെങ്കിൽ അവരുടെ ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയിരുന്നു, അവരുടെ പാരന്റ്സ് ആരെങ്കിലും രാവിലെ എഴുന്നേറ്റ് നടക്കാൻ പോകുന്നെങ്കിൽ കുട്ടികളും അവരോടൊപ്പം പോകും. അപ്പൊ ആ എക്സസൈസ് ചെയ്യണ ആ ഒരു ശീലം കുട്ടികളിൽ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് പറയണത്, ചെറുപ്പത്തിലേ ഡെവലപ്പ് ചെയ്യണം. അത് നല്ലതാണ്. രാവിലെ നേരം കുളിക്കുന്നത്. രാവിലെ തന്നെ നേരത്തെ കുളിക്കുക, നേരത്തെ ഓക്കെ. മുതിർന്നവരെ എന്ത് ചെയ്യാ, ബഹുമാനിക്കുക. കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കാം. എന്താണ് അഞ്ജന? കറക്റ്റ് ടൈമിന് ഫുഡ് കഴിക്കുക. കറക്റ്റ് ടൈമിൽ ആ പറഞ്ഞ ടൈമിനുള്ളിൽ ഫുഡ് കഴിക്കുക. ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അടങ്ങിയ ഫുഡുകൾ മാക്സിമം കഴിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ചുറ്റുപാടും ക്ലീൻ ആക്കി കൊണ്ടുനടക്കാൻ ശ്രമിക്കുക. ശരിയാണ്, നമ്മുടെ ചുറ്റുപാട് ക്ലീൻ ആക്കാം. ഷെയറിങ് ചെയ്യാം. പ്രേ ചെയ്യാം, പ്രാർത്ഥിക്കാം. ഷെയറിങ് അത് നല്ലതാണ്. കുട്ടികൾ തമ്മിൽ ഷെയർ ചെയ്യാം. ഒരു ചോക്ലേറ്റ് കിട്ടിയാൽ പോലും 2 കുട്ടികൾ ഉണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് അവന് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ശീലിപ്പിക്കണം. ഓക്കെ. സ്ക്രീൻ ടൈം ഒഴിവാക്കുക. ഫോണ്, TV അതൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാം. ടേബിൾ മാനേഴ്സ് പഠിപ്പിക്കുക, നല്ലതാണ്. early to bed and early to rise അത് നമ്മുടെ ഇതിലുണ്ട്. ഓക്കെ, അപ്പൊ അത് സത്യസന്ധമായി സംസാരിക്കുക, പെരുമാറുക. കള്ളം പറയുമ്പോൾ നമ്മത് വാങ്ങിക്കുക, അങ്ങനെ പറയരുത്. സത്യസന്ധമായിട്ട് തന്നെ, അല്ലെങ്കിൽ നിനക്ക് എന്താണോ കുട്ടികളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കള്ളത്തരന്നൊന്നും അങ്ങനെ ഉണ്ടാവില്ല. അപ്പൊ ചെറുപ്പത്തിൽ അതങ്ങനെ ഇത് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം. ടോയ്ലറ്റ് ഹാബിറ്റ് അത് നല്ലതാണ്. ടോയ്ലറ്റ് ഹാബിറ്റ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക, ചെറുപ്പത്തിലേ പഠിപ്പിക്കുക. ടോയ്ലറ്റിൽ പോയിട്ട് വേണം നമ്മൾ വരാനുള്ളത് ചെറുപ്പത്തിലേ പഠിപ്പിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. കുഞ്ഞുങ്ങൾക്ക് ടൈം ടേബിൾ ആക്കി കൊടുക്കുക. ടൈം ടേബിൾ കുറച്ചുകൂടി വലിയ കുട്ടികൾക്ക് അല്ലേ? അതെ. ഓക്കെ. നേരത്തെ കിടന്നിട്ട് രാവിലെ ഉണരുക. നല്ലതാണ്. നേരത്തെ കിടന്നിട്ട് രാവിലെ ഉണരുക. നീറ്റ് ആൻഡ് ഐഡിയ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ധരിക്കുക. എപ്പോഴും തേച്ചൊക്കെ ഇടുക. യൂണിഫോം ആണെങ്കിലും തേച്ച് അത് ചെറുപ്പം മുതലേ നമ്മൾ അത് അയൺ ചെയ്ത് കൊടുത്ത് പിള്ളേരെ പഠിപ്പിക്കുവാണെങ്കിൽ അത് ആ ലൈഫ് ലോങ് അങ്ങനെ പോകും. അല്ലെങ്കിൽ എപ്പോഴും എന്താ പറയാ, ഫ്രഷ് ലുക്കിലൊന്നും പോകത്തില്ല. ഓക്കെ. കഴിച്ച ഭക്ഷണം കഴിച്ച പാത്രം കഴുകി വെക്കാനായിട്ട് ശീലിപ്പിക്കുക. സ്വന്തം ഇന്നേഴ്സ് കഴുകാൻ ശീലിപ്പിക്കുക. പിന്നെ എന്തൊക്കെയായിരുന്നു? ഭക്ഷണം കഴിക്കുമ്പോൾ വേസ്റ്റ് ആക്കാതിരിക്കുക. എന്നുവെച്ചാൽ അപ്പുറത്ത് ചുറ്റും ഇടാതിരുന്ന് നല്ല നീറ്റ്നെസ്സോടെ കഴിക്കാനായിട്ട് അവർ ശീലിപ്പിക്കുക. ടേബിൾ മാനേഴ്സ് പഠിപ്പിക്കുക എന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കാതിരിക്കുക. ഒട്ടുമിക്ക ഫാമിലി ഇപ്പൊ ഫോൺ നോക്കിയാണ് ഭക്ഷണം കഴിക്കുന്നത്. പിന്നെ അങ്ങനെ ഫോൺ നോക്കി ഭക്ഷണം കഴിപ്പിക്കാതിരിക്കുക. പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കാതിരിക്കുക. സംസാരിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നെറുകയിലൊക്കെ കയറാനൊക്കെ സാധ്യതയുണ്ട്. ഫാമിലിയോടൊപ്പം ഇരിക്കുമ്പോ ഫോണുകൾ അധികം യൂസ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യാം. ഫാമിലിയായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം കുട്ടികളില് ആ ഒരു എന്താ പറയാ അവർ ഫാമിലിയിലാണ്, മെമ്പറാണ്, എന്റെ അച്ഛനും അമ്മയ്ക്ക് ഉണ്ട് എന്നുള്ള തോന്നലുണ്ടാവും. അല്ല അച്ഛനും അമ്മയും ഫോണും പിടിച്ച് ഒരു മൂലക്കയിൽ ഇരിക്കുക, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുക. അങ്ങനെയാണെങ്കിൽ അവരുടെ ഫാമിലിക്ക് ഒരു എന്തുണ്ടാവില്ല, ബോണ്ട് ഉണ്ടാവില്ല. ഫാമിലിയിൽ ഉള്ളതാണ്, റെസ്പെക്ട് എവരിവൺ. ഓക്കെ, ആ ഫാമിലിയിൽ ആ ബോണ്ട് ഉണ്ടാവില്ല. എന്താണ്? TV കണ്ടോണ്ട് ഭക്ഷണം കഴിക്കുക. TV കണ്ടോണ്ട് ഭക്ഷണം കഴിക്കരുത്. ഫോൺ മാറ്റി വെക്കുക. അതേപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്തായാലും കുറച്ച് നേരത്തേക്ക് അല്ലെങ്കിൽ നമ്മൾ ഫാമിലി ആയിട്ട് ഒരു മണിക്കൂറെങ്കിലും സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു ദിവസം ഡെയിലി 1 hour എങ്കിലും സ്പെൻഡ് ചെയ്യുക. അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുമിച്ച് ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സും കൂടി ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനായിട്ട് നോക്കാം. അങ്ങനെയാണെങ്കിൽ അവരുടെ ആ ബോണ്ട് കുറച്ചും കൂടി എന്താണ് ഇംപ്രൂവ് ആവാനായിട്ട് നല്ലതാണ്. പിന്നെ
എന്താണ് തിളപ്പിച്ചേറ്റിയ വെള്ളം കുടിക്കാം. നല്ലതാണ്. ചുമക്കുമ്പോഴും കർച്ചീഫ് യൂസ് ചെയ്യാം. എന്താണ് ഡിസിപ്ലിൻ പഠിപ്പിക്കും. ശരണ്യ പറഞ്ഞ ക്ലിയർ ആയില്ലടാ. ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി അടുക്കും ചിട്ടയും പഠിപ്പിക്കണം. Okay, അവരുടെ ടേബിൾ ആയാലും അവരുടെ പുസ്തകങ്ങളൊക്കെ അടുക്കി വൃത്തിയായിട്ട് വെക്കാനുമെല്ലാം. അതിപ്പോ എടുത്തു കഴിഞ്ഞാൽ തിരിച്ചു വെക്കണം എന്നുള്ള ഒരു മാനേഴ്സ് സാറ് പഠിപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ വേസ്റ്റ് ഒന്നും ഇടാതെ ശ്രദ്ധിപ്പിക്കുക. വേസ്റ്റ് ഒക്കെ വേസ്റ്റ് ബിന്നിൽ തന്നെ ഇടാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുക. കാരണം നമ്മൾ ശീലിപ്പിച്ചു കൊടുക്കാം. ഇപ്പൊ നമ്മള് കൈയൊക്കെ തുടച്ചിട്ട് എന്തെങ്കിലും ടിഷ്യൂ പുറത്തെറിയണമെങ്കിൽ അതാണ് പിള്ളേർ കണ്ടുവരുന്നത്. അപ്പൊ അവരും അങ്ങനെ തന്നെ ചെയ്യും. നമ്മൾ കൈയൊക്കെ തുടച്ചിട്ട് ടിഷ്യൂ എന്തെങ്കിലും വേസ്റ്റ് ബിന്നിലായിരുന്നെങ്കിൽ കുട്ടികളും അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. കുട്ടികൾ പെട്ടെന്ന് നമ്മുടെ ചെറിയ മൂമെന്റ്സ് പോലും പെട്ടെന്ന് അവർ എന്തെങ്കിലും ക്യാച്ച് ചെയ്യും. അപ്പൊ അത് കൂടുതൽ നല്ലതാണ്. ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി അന്നത്തെ വിശേഷങ്ങൾ പറയുക, അത് നല്ലതാണ്. ഞാൻ പറയില്ല, ഒരു 1 hour എങ്കിലും ഫാമിലിയിലെ എല്ലാവരും കൂടി ഒരു ഡെയിലി 1 hour എങ്കിലും നമ്മുടെ പിള്ളേർക്ക് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാന്നുള്ളത് ഫാമിലി തന്നെ തീരുമാനിക്കാം. പോയി വന്ന കാര്യങ്ങൾ പറയാനായിട്ട് അവർക്ക് അവസരം കൊടുക്കുക. നമ്മുടെ സ്കൂളിൽ ഇപ്പൊ എവിടെയാണ് സ്കൂളിലാണെങ്കിലും അംഗനവാടിയിലാണെങ്കിലും കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കുക. അവരുടെ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ ഓരോന്നും ചോദിച്ചിട്ട് മുതിർന്നവരെ ഓരോരുത്തർ പറ. സ്മിത ഓരോരുത്തർ പറ. ഓക്കെ. ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യും. ഇപ്പൊ നമ്മുടെ ഫാമിലിയിൽ ബാഡ് വേർഡ്സ് ഒന്നും യൂസ് ചെയ്തില്ലെങ്കിലും പുറത്ത് നമ്മൾ ഒരു സ്കൂളിൽ പോകുമ്പോ എങ്ങനെയാണ് കുട്ടികളൊക്കെ ആയിട്ട് ഉണ്ടാവും, നിങ്ങളാവുമ്പോ ബാഡ് വേർഡ്സ് യൂസ് ചെയ്യും. അത് കണ്ടുവന്ന് നമ്മുടെ അടുത്ത് പറയുമ്പോൾ നമ്മ നല്ല പറയണത് ബാഡ് വേർഡ് ആണ്, ഇങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് നോക്കണം. ഓക്കെ, ഇനി എന്തൊക്കെയാ? ചെയ്യാൻ പഠിപ്പിക്കുക. മുതിർന്നവരെ റെസ്പെക്ട് ചെയ്യാൻ പഠിപ്പിക്കുക. ഓക്കെ, മിനിമം മുതിർന്നവരെ റെസ്പെക്ട് ചെയ്യാനായിട്ട് പഠിപ്പിക്കാം. അത് നമ്മൾ പറഞ്ഞു. വീടുകളിൽ നിന്നാണ് പഠിക്കുന്നത്. ഓരോരുത്തരായിട്ട് പറ. സ്വീകരിക്കാനും ഞാൻ പറയാം. ഇപ്പൊ നമ്മളിപ്പോ ഒരാളെ വീട്ടിലേക്ക് ഫാമിലിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഫാമിലിയിലേക്ക് ഒരാൾ വരാണെന്ന് വിചാരിക്കും, വിരുന്നാരായിട്ട് കാര്യങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ TV വെച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അയാളെ റെസ്പെക്ട് ചെയ്യുന്ന രീതിയിൽ TV ഓഫ് ചെയ്തിട്ട് നമ്മൾ സംസാരിക്കാം. അതല്ല ടിവിയിലും ശ്രദ്ധിച്ച് അയാളോട് ഇരിക്കാനും പറഞ്ഞേ, അങ്ങനെ പാടില്ല. TV ഓഫ് ചെയ്തിട്ട് അയാൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം. അപ്പൊ അയാൾക്ക് എന്താണ് തോന്നുന്നത്, നമ്മൾ വന്നത് അവർക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കല്ല. മൈൻഡ് ഒന്നും ചെയ്യാണ്ട് നമ്മൾ TV തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ എന്താണ് അവർക്ക് അതൊരു ഫീൽ ആവും. അപ്പൊ മാക്സിമം നമുക്ക് വിരുന്നാരൊക്കെ വരുമ്പോ മാക്സിമം നമ്മൾ TV ഓഫ് ചെയ്ത് കുട്ടികളോട് ആരും പറയാം, TV ഓഫ് ചെയ്ത് ഞങ്ങൾ വന്നത് കണ്ടില്ലേ എന്ന് പറയാം. ആവുമ്പോൾ ഓഫ് ചെയ്യും. അത് അവൻ പിന്നെ ശീലിച്ചോളും. മറ്റുള്ളവർ വീട്ടിലേക്ക് വരുമ്പോ അവരെ റെസ്പെക്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ അവൻ ശീലിച്ചോളും. ഓക്കെ, പഠിപ്പിക്കുക. എന്താണ് സമയനിഷ്ഠ പഠിപ്പിക്കുക. പഞ്ച്വാലിറ്റി നല്ലതാണ്. കാരണം എന്താണെന്നറിയാവോ, രാവിലെ ഇന്ന സമയത്ത് എഴുന്നേക്കണം. ഒരു ടൈം വയ്ക്കുക. ക്ലാസ്സിൽ പോകാനായിട്ട് ഇത്ര ടൈം ആണെങ്കിൽ അവർക്ക് ഉറങ്ങേണ്ട പിള്ളേരാണ്. കുഞ്ഞു പിള്ളേരാകുമ്പോൾ കുറച്ചും കൂടി ഉറപ്പൊക്കെ കൂടുതൽ വേണം. നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ എന്താണ്, നേരത്തെ കടത്തി ഉറക്കിയിട്ട് നേരത്തെ എഴുന്നേൽപ്പിക്കാൻ നോക്കുക. ഭയങ്കര നേരത്തേക്ക് ക്ലാസ്സിൽ പോകുന്ന പിള്ളേരാണെങ്കിൽ നേരത്തെ ഉറങ്ങാൻ പറയാറുണ്ട്. എന്നിട്ട് നേരത്തെ ആ ടൈം മാക്സിമം ഒരു 8 hours എങ്കിലും അവർക്ക് ഉറങ്ങാനുള്ള ടൈം കൊടുക്കണം. എന്നിട്ട് ഏത് കാര്യത്തിനും ടൈം മാനേജ്മെന്റ് ഇടുക. ടൈം മാനേജ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി കുഞ്ഞിലെ ശീലിപ്പിക്കുക. നമ്മളും അതേപോലെ തന്നെ ചെയ്യും. കാരണം നേരത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നോക്കുക. അല്ല പോകാൻ നേരത്തെ അല്ല പോയി കുളിക്കേണ്ടത്. നേരത്തെ കറക്റ്റ് സമയമാകുമ്പോഴേക്കും നേരത്തെ പോയി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഫിസിക്കൽ ആക്ടിവിറ്റീസ് ലൈക്ക് സൈക്ലിംഗ്, സ്വിമ്മിങ്, ഗാർഡനിങ്, അതൊക്കെ നല്ലതാണ് കേട്ടോ വീണ. പിള്ളേരെ സഹായിക്കാൻ പഠിപ്പിക്കുക. നമ്മൾ ശീലിപ്പിക്കാം. നമ്മളൊരാളെ കാണുമ്പോ വയസ്സായവരെ കാണുന്ന സഹായിക്കുക. അപ്പൊ കുട്ടികളും അതേ കണ്ടു പഠിച്ചോളൂ. പിന്നെ നമ്മളെ അഡ്വൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഇഷ്ടമല്ലെങ്കിൽ പോലും അവർ കാണുക ആ നീരസം നമ്മൾ കാണിക്കരുത്. ഇപ്പൊ കുട്ടികൾക്കൊന്നും അങ്ങനെ ഇപ്പൊ ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ ഉപദേശങ്ങളൊന്നും അങ്ങനെ ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. ഫ്രണ്ട്ലി ആയിട്ട് പറഞ്ഞാൽ മതി. അവരോട് പറഞ്ഞ് മനസ്സിലാക്കി ഫ്രണ്ട്ലി ആയിട്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അവരുടെ ആ ഒരു റേഞ്ചിലേക്ക് നമ്മൾ ചെന്നിട്ട് വേണം കുട്ടികളോട് ഉപദേശിക്കാൻ. ഇല്ലെങ്കിൽ അവർ പറയുമ്പോ ഇതിനൊന്നും പറ്റൊന്നുമില്ല അതൊക്കെ പറഞ്ഞാൽ നമ്മൾ നീരസം കാണിക്കാണ്ട് അത് മാനിക്കുക.
ഓക്കെ, മാം വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് തന്നെ കഴിപ്പിക്കാൻ ശീലിപ്പിക്കുക. മാക്സിമം അതാണ് നല്ലത്. പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കണത് ഇപ്പൊ ചിലപ്പോ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ നമുക്ക് വേണമെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കാം. മന്ത്ലി മാക്സിമം എന്ത് ചെയ്യാ, വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് തന്നെ കൊടുക്കുക. പച്ചക്കറികൾ നമ്മുടെ ഇതില് ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം. അത്യാവശ്യം ഒക്കെ നമ്മൾ വീട്ടിൽ തന്നെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് നോക്കാം. ശീലിപ്പിക്കാൻ പറയുന്നതെല്ലാം അപ്പൊ സാധിച്ച് കൊടുക്കാണ്ടിരിക്കുന്ന സമയത്തൊക്കെ ചില കാര്യങ്ങൾക്ക് ആവശ്യമില്ലാണ്ട് വാശിയൊക്കെ പിടിക്കും. നമുക്കത് വാശി പിടിക്കുന്നത് ആവശ്യമില്ലാന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കാം. കുട്ടികൾ കരയും, അതൊന്നും കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കാം. എല്ലാ കാര്യങ്ങളും നമ്മൾ നടത്തി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോത്സാഹിപ്പിക്കുക. പാരന്റ്സ് തമ്മിൽ വഴക്കിടുമ്പോ എന്താണ്, ഒരിക്കലും കുട്ടികളുടെ മുമ്പിലാവരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാക്സിമം എന്ത് ചെയ്യാ, അവര് പേഴ്സണൽ സ്പേസിൽ പോയിട്ട് വഴക്കിടാം. ഭയങ്കരമായിട്ട് സംസാരിക്കാനുണ്ടെങ്കിലും കുട്ടികളുടെ മുമ്പിൽ ഒരിക്കലും രണ്ടുപേരും കൂടി എന്ത് ചെയ്യരുത്, തല്ല് കൂടരുത്. കാരണം അവരുടെ ആ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജ് ആണ്. അപ്പൊ അവരത് എങ്ങനെ കണ്ടു പഠിക്കുകയാണ്. അപ്പൊ അവരെന്താ വിചാരിക്കണത്, ഇങ്ങനെയാണ് പാരന്റ്സ്, ഇങ്ങനെയാണ് കല്യാണം ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും പറയുന്ന ഭർത്താവ് എന്ത് വേണമെങ്കിലും പറയാ, ചീത്ത പറയാ, വേണമെങ്കിൽ തല്ല എന്നൊക്കെയാണ് ആ കുഞ്ഞു മനസ്സിൽ എന്ത് ചെയ്യണത്, സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ പെൺപിള്ളേർക്ക് എന്തായിരിക്കും, കല്യാണത്തിനോട് താല്പര്യമേ ഉണ്ടാവില്ല. ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ അങ്ങനെയാണ്. പെൺപിള്ളേർക്ക് മിക്കവർക്കും കല്യാണത്തിനോട് താല്പര്യം ഉണ്ടാവില്ല. എന്നാലും ഹസ്ബൻഡ്സ് അല്ല, കുഞ്ഞു ആൺപിള്ളേർക്കാണെങ്കിലോ ഇങ്ങനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടെന്നുള്ള കാര്യങ്ങൾ മൈൻഡിൽ വെറുതെ സ്റ്റോർ ചെയ്യണം. ഇപ്പൊ ഫാമിലിയിൽ നിന്നത് കണ്ട് അവർ വിചാരിക്കും ഇന്നതാണ് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവരെന്റെ കീഴിലായിരിക്കണം എന്നൊക്കെയുള്ള ബാഡ് ആയിട്ടുള്ള ചിന്തകളായിരിക്കും അവരുടെ മനസ്സിൽ വന്നത്. അങ്ങനെയൊന്നും അല്ല. ഫാമിലി ബാക്ക്ഗ്രൗണ്ട് മാക്സിമം നല്ലതാക്കാൻ നോക്കുക. കാരണം ഒരു വീട്ടിൽ എന്തെങ്കിലും പാരന്റ്സ് തമ്മിൽ വഴക്കായാലും അത് കുട്ടിയുടെ വളർച്ച ബാധിക്കും. ശരിയാണ്, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഈ പറഞ്ഞില്ലേ, അത് ഇപ്പൊ ചെറുപ്പത്തിലെ കുട്ടീനെ ബാധിച്ചെന്ന് മാത്രമല്ല, ഭാവിയിലും അവരത് ബാധിക്കാനായിട്ടൊരു കാരണമാവും. അച്ഛൻ അമ്മനെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് കണ്ടു വളർന്നൊരു കൊച്ചാന്ന് വിചാരിക്കും. ഒരു ആൺകൊച്ചാണെങ്കിൽ അവൻ അവന്റെ വൈഫിനോട് എന്തെങ്കിലും കാര്യം പറയുമ്പോ അവള് ഓപ്പോസിറ്റ് പറയുമ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോ അവൻ ദേഷ്യം വരും. അവൻ എന്ത് ചെയ്യും, ഇതന്നെ ചെയ്യാൻ ഉപദ്രവിക്കാനായിട്ട് തുടങ്ങും. കമ്പാരിസൺ നിർത്തുക, മറ്റു കുട്ടികളും കാര്യമാണ് കമ്പാരിസൺ നിർത്തുക. സ്റ്റുഡൻസിന്റെ നമ്മുടെ ടീച്ചേഴ്സിന്റെ കാര്യത്തിലും ടീച്ചേഴ്സ് ഒരിക്കലും കുട്ടികളെ തമ്മിൽ കമ്പയർ ചെയ്യരുത്. നമ്മുടെ മുമ്പിൽ വന്ന എല്ലാ കുട്ടികളും ഒരേപോലെ എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഓരോരുത്തർക്കും അവരവരുടെ കുറവും കഴിവുകളും ഉണ്ട് എന്ന് അക്സെപ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പഠിപ്പിക്കാനായിട്ട്. മാക്സിമം നന്നായിട്ട് പഠിക്കുന്ന കുട്ടീനേക്കാളും നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത് എന്നാണ് അത്യാവശ്യം മോശമായിട്ട് പഠിക്കുന്ന കുട്ടീനെയായിരിക്കും ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഗുഡ് ടച്ചും ബാഡ് ടച്ചും നമ്മൾ കുട്ടികൾക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുക. ശരിയാണ്. വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ആദ്യമേ പറഞ്ഞു കൊടുക്കുക ഗുഡ് ടച്ച് എന്താണ്, ബാഡ് ടച്ച് എന്താണ്. അതേപോലെ എന്താ പറയാ, ആൾക്കാരോട് എങ്ങനെ പെരുമാറണം. ഒരുപാട് എന്താ പറയാ, റിലേറ്റീവ്സിനോടായാൽ പോലും ഒരുപാട് പെൺപിള്ളേരോ ആൺപിള്ളേരോ അധികം അടുക്കണമൊന്നും അടുക്കണ്ട, വാൺ ചെയ്യാതൊക്കെ. ഗ്രാൻഡ് പാരന്റ്സ് വീട്ടിലുണ്ടായാൽ അവരെ കെയർ ചെയ്യാൻ പഠിപ്പിക്കുക. അതൊക്കെ നല്ലതാണ്. ഡെയിലി വായിപ്പിക്കുക, എഴുതിപ്പിക്കുക, കറക്റ്റ് ഹോംവർക്ക് ചെയ്യിപ്പിക്കുക. വായിപ്പിക്കുന്നത് ചെറുപ്പത്തിലെ പത്രം വായിപ്പിച്ചു തുടങ്ങുന്നത് നല്ലൊരു ശീലമാണ്. മലയാളത്തിലായാലും അപ്പൊ അവർക്ക് വൊക്കാബുലറി കൂടും, വായനശീലം കൂടും. അപ്പൊ മലയാളത്തിലായാലും മലയാളം പത്രങ്ങൾ ആദ്യം വായിക്കട്ടെ കുട്ടികൾ, കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് പത്രത്തിലേക്ക് വായിപ്പിക്കാം. അപ്പൊ മലയാളത്തില് അത്യാവശ്യം വായിക്കുമ്പോ എന്താണ് കൂടുതലായിട്ട് വൊക്കാബുലറി ഒക്കെ കൂടാനുള്ള ചാൻസ് ഉണ്ട്. പഠിക്കുന്ന കാര്യത്തിലും അതേപോലെ ജനറൽ നോളജ് ഒക്കെ കിട്ടും. ഓക്കെ, പിന്നെ മാം ഡയറി എഴുതിപ്പിക്കാം. ഡയറി എഴുതിപ്പിച്ചു തുടങ്ങുന്നത് കുറച്ചും കൂടെ ഒക്കെ വലുതായി കഴിഞ്ഞാൽ കുട്ടികളുടെ ഡെയിലി ലൈഫിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, എഴുതി സൂക്ഷിക്കാനായിട്ട് പറയാ. ഞാൻ പറഞ്ഞോട്ടെ മാം, പറഞ്ഞോ സന. നമ്മള് എന്ത് ശീലം പഠിപ്പിക്കുമ്പോഴും അവരോട് പറഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ നിർബന്ധിച്ച് പഠിപ്പിക്കാതെ ആ ശീലം നമ്മളും കൂടി കാണിച്ചു കൊടുത്ത് നമ്മളും കൂടി നമ്മളെ ലൈഫിൽ ഇൻക്ലൂഡ് ആക്കിയിട്ട് നമ്മൾ കാണിച്ചു കൊടുത്ത് ചെയ്യുന്നതാണ്. നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യണ കുട്ടികൾ. അപ്പൊ നമ്മളും ആ ഒരു ശീലത്തിൽ കൂടെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മളും ഇപ്പൊ രാവിലെ ബ്രഷ് ചെയ്യും എല്ലാവരും, അതേപോലെ തന്നെ വൈകുന്നേരം നമ്മൾ ബ്രഷ് ചെയ്യണ കാണുമ്പോ കുട്ടിയും ചോദിക്കും. അപ്പൊ കുട്ടികൾ ആ ശീലം ചെയ്തിരിക്കുന്ന ചെറുപ്പത്തിലെ അത് ഡെവലപ്പ് ചെയ്ത് വരുന്നോണ്ടിരിക്കണം. എന്താണ് നമ്മൾ മാക്സിമം ഫോളോ ചെയ്യുക. കുട്ടികളുടെ ഹോബീസിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. എന്ത് തരം ഹോബി കുട്ടികളുടെ എന്തെങ്കിലും ഇഷ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യും, സപ്പോർട്ട് ചെയ്യാം. ഡാൻസ് കളിക്കുന്ന കുട്ടിയാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. അതേപോലെ എന്തായാലും അവർക്ക് എന്താണോ ഇഷ്ടം ആ ഒരു മേഖല തിരഞ്ഞെടുക്കാനായിട്ട് അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം.
അതേപോലെ തന്നെ കുട്ടികൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം അവരെ ഉപദ്രവിക്കാനൊന്നും പോകരുത്. കാര്യം പറഞ്ഞാൽ ഓക്കെ കുഴപ്പമില്ല പോന്നോ, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും അവിടെ എന്തെങ്കിലും ഉപദ്രവങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും നശിപ്പിക്കുന്നൊക്കെ ഉണ്ടാവും, എന്തെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അവരെ എന്ത് ചെയ്യാം, മാറ്റാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യാം. തെറ്റുകൾ തെറ്റാണെന്നും ശരികൾ ശരിയാണെന്നും അവരെ മുന്നേ തന്നെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അല്ലാതെ തെറ്റിന്റെ പുറമെ നമ്മൾ പോയിട്ട് നമ്മൾ പേരന്റ് ആണ് പറഞ്ഞിട്ട് കുട്ടികളെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും കുട്ടികൾ അതിലേക്ക് വീണ്ടും അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഞാനൊരു കാര്യം എക്സാമ്പിൾ പറയട്ടെ. നമ്മൾ എന്താണ് എന്റെ മോളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പൗഡറിന്റെ ടിന്ന് എപ്പോഴും എടുത്ത് കൊട്ടും, എന്നിട്ട് ദൈവത്തിൽ കളിക്കലാണ് പരിപാടി. അപ്പൊ ഞാൻ എന്താണ് വാങ്ങിച്ചു വെക്കും. എന്നാലും പക്ഷെ ആള് ആദ്യമൊക്കെ ഞാൻ ആദ്യം അവള് ചെയ്യുമ്പോ എന്താണ് പേടിച്ചിട്ട് നിൽക്കുമായിരുന്നു, പേടിച്ച് ഭയത്തോടെ നിൽക്കുമായിരുന്നു. പൗഡറിന്റെ ടിന്നൊക്കെ കൊട്ടിക്കഴിഞ്ഞാൽ എന്താണ് പേടിച്ചിട്ട് ഞാൻ അവളെന്തെങ്കിലും ചെയ്യുമോന്ന് വിചാരിച്ചിട്ട് അവിടെ ഞാൻ പേടിച്ചിക്കുമായിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങി, കുഴപ്പമില്ല വന്നോളാൻ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞപ്പോ അവൾക്ക് കുഴപ്പമില്ല. അപ്പൊ അവള് ആ ശീലം മാറി. പൗഡർ കളയാൻ പാടില്ലല്ലോ അമ്മ എന്നൊക്കെ പറയും, കളയാൻ പാടില്ല അപ്പൊ ഇത്തിരി എടുക്കുള്ളൂ എന്നിട്ട് പറയും കളയാൻ പാടില്ല, അത് നല്ല വേറെ വാങ്ങിക്കണ്ട് പൈസ വേണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോ എന്താണ് അവൾക്ക് ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെ റിപ്പീറ്റ് ചെയ്യണില്ല. മിസ്റ്റേക്ക് പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം, റിപ്പീറ്റ് ചെയ്യണില്ല. തെറ്റുകളാണ് കുട്ടികൾ ചെയ്ത് കഴിഞ്ഞിട്ട് മനസ്സിലാക്കി കൊടുക്കണം അതെന്താന്നുള്ളത്. ഓക്കെ. പിന്നെ ടേബിൾ മാനേഴ്സ് പഠിപ്പിച്ചു കൊടുക്കും. മാനേഴ്സ് ആണ് ടേബിൾ മാനേഴ്സ്. ആ ടേബിൾ മാനേഴ്സ് പഠിപ്പിച്ചു കൊടുക്കാം. പിന്നെ കുട്ടികൾ നമ്മുടെ സ്വന്തം വീടല്ലാണ്ട് വേറൊരാളുടെ വീടോ റിലേഷന്റെയോ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോകുമ്പോ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ കാണിക്കുന്ന അതേ ഫ്രീഡം തന്നെ ആയിരിക്കും ഒരുപക്ഷെ അവിടെയും കാണിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താ നമ്മിപ്പോ പറഞ്ഞത്, ഹാബിറ്റ്സ് അല്ലെങ്കിൽ ഹെൽത്തി ഹാബിറ്റ്സിനെ കുറിച്ചാണ് നമ്മിപ്പോ ഡിസ്കസ് ചെയ്തത്. ഇതിക്ക് മുമ്പ് ഹെൽത്തി ഹാബിറ്റ്സിനെ കുറിച്ച് ആക്ഷൻ സോങ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാൻ കുറച്ചുപേരൊക്കെ ചെയ്തായിരുന്നു. കുറച്ചുപേര് ഗുഡ് ഹാബിറ്റ്സിനെ കുറിച്ചിട്ട് ചെയ്തിട്ടുള്ളൂ. ഹെൽത്തി ആക്ഷൻ സോങ് ചെയ്ത്, പിന്നെ എന്തോ സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ കുറച്ചു പേര് ചെയ്ത് ഈ ഗുഡ് ഹാബിറ്റിനെ കുറിച്ച് ചെയ്യുന്ന ഹെൽത്തി ഹാബിറ്റ്സിനെ കുറിച്ച്. അപ്പൊ ചെയ്യാത്തവരുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഒരു 5 പേര് പ്രിപ്പയർ ആയി നിൽക്കാട്ടോ ഹെൽത്തി ഹാബിറ്റ്സിനെ കുറിച്ച്. എന്താണ് ഹെൽത്തി ഹാബിറ്റ്സ്? ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹെൽത്തി ഹാബിറ്റ്സിനെ കുറിച്ച്. ഗുഡ് ഹാബിറ്റ്സ് ഗുഡ് ഹാബിറ്റ്സ് തന്നെയല്ലേ അത്? ഗുഡ് ഹാബിറ്റും ഹെൽത്തി ഹാബിറ്റ്സും സെയിം ആണ്. അപ്പൊ എന്താണ് അതിനെ കുറിച്ചിട്ട് സ്റ്റോറി അല്ല ആക്ഷൻ സോങ് കേട്ടോ. ഓക്കെ മാം ചെയ്യാത്തവര് പ്രിപ്പയർ ചെയ്ത് അവതരിപ്പിക്കാനായിട്ട് നോക്കാം. ചെയ്തവർക്ക് ഒരു പ്രാവശ്യം അവസരം കിട്ടിയതാണല്ലോ. അപ്പൊ ഈ പോർഷനായിട്ട് റിലേറ്റ് ചെയ്യണോണ്ടാണ് ഒരു പ്രാവശ്യം കൂടി ചാൻസ് തന്നത്. മാക്സിമം ചെയ്യാത്തവര് നോക്കാം കേട്ടോ. ഓക്കെ. ഇനി നമ്മുടെ വീട് നമ്മുടെ ഫാമിലിയുടെ ഞാൻ അടുത്ത നെക്സ്റ്റ് ടൈം ചെയ്യാമേ. ഞാനിപ്പോ വീട്ടിലല്ല, പുറത്താ. ഓക്കെ. ഇപ്പോഴല്ല ചെയ്യാൻ പറഞ്ഞത്, അടുത്ത ക്ലാസ്സിൽ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ ശരി മാം. നമ്മൾ നോക്കാട്ടെ. ഇനി വരുന്നത് റെസ്പോൺസിബിലിറ്റീസ് ഹോം ആണ് പറയണത്. എന്ന് വെച്ചാൽ ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റി. ആ കുട്ടീനെ വളർത്തിയെടുക്കണതിൽ ഫാമിലിക്ക് എന്തൊക്കെ കാര്യങ്ങളിൽ എന്ത് ചെയ്യാം, കാര്യങ്ങൾ ശ്രദ്ധിക്കാം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത അതേ പോർഷൻസ് തന്നെയാണ്. നെക്സ്റ്റ് ക്ലാസ്സിന് മതിയോ? അത് മതി, നെക്സ്റ്റ് ക്ലാസ് മതി കേട്ടോ. ഓക്കെ താങ്ക് യു മാം. അടുത്ത ക്ലാസ്സിലാണ് അത് പ്രിപ്പയർ ചെയ്യേണ്ടത് ഹെൽത്തി ഹാബിറ്റ്സിനെ കുറിച്ചിട്ടോ. രണ്ടും ഒന്ന് തന്നെയല്ലേ? സെയിം അല്ലേ? സെയിം. ഓക്കെ. The family has to teach the children to keep themselves clean and healthy. കുട്ടികളിൽ ആദ്യം വളർത്തിയെടുക്കേണ്ട ശീലമാണ് അവര് സ്വയം എന്തായിട്ടിരിക്കാനായിട്ട് ക്ലീൻ ആയിട്ടും ഹെൽത്തി ആയിട്ട് ഇരിക്കണം എന്നുള്ളത് അവരെന്ത് ചെയ്യാ, വളർത്തിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാ പറഞ്ഞത്, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷം എന്തെങ്കിലും കൈ കഴുകുക, അതേപോലെ എല്ലാ ദിവസവും 2 പ്രാവശ്യം എന്ത് ചെയ്യുക, കുളിക്കുക, ബ്രഷ് ചെയ്യുക. ഇതൊക്കെ എന്താണ് ഹെൽത്തി, അവർ കുറച്ചുകൂടി ക്ലീൻ ആയിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഫുഡ് കഴിക്കുമ്പോൾ അതിൽ കുറച്ചുകൂടി ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആഡ് ചെയ്യണമെങ്കിൽ അവർ കുറച്ചും കൂടി ഹെൽത്തിന് നല്ലതാണ്. അതേപോലെ തന്നെ ഈ ജങ്ക് ഫുഡ്സ് ഒന്നും കഴിക്കാതിരിക്കുക. സ്നാക്സ്, വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ലേസ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, അതൊക്കെ മാക്സിമം നമ്മുടെ ഫുഡ്
ഫുഡിൽ നിന്ന് അവോയ്ഡ് ചെയ്യണമെങ്കിൽ നല്ലത്. കുട്ടികളാകുമ്പോൾ കരയൊക്കെ ചെയ്യും, ഈ സോഫ്റ്റ് ഡ്രിങ്ക് വേണമെന്നൊക്കെ പറഞ്ഞ് കരയും. മാക്സിമം നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കാതിരിക്കാനായിട്ട് ശ്രമിക്കാം. വെജിറ്റബിൾസ് എന്ന് കേൾക്കുമ്പോഴേ ഓടുവാ മേഡം ഇവിടെ. ഞാൻ എന്റെ മോൾക്ക് ഇങ്ങനെ ജ്യൂസൊക്കെ കൊടുക്കുമായിരുന്നു. ഇപ്പൊ ആൾക്ക് ടൈഫോയിഡ് വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. ഞാൻ ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് വന്നതേ ഉള്ളായിരുന്നു. മാക്സിമം കൊടുക്കാതിരിക്കുക. കാരണം നമ്മൾ ഈ കാണുന്ന കുപ്പിയിൽ കാണുന്നൊക്കെ മിക്കതും കെമിക്കൽസ് ആണ്. ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണോ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് കണ്ടെത്താനായിട്ട് ഭയങ്കര പാടാണ്. മാക്സിമം ഓറഞ്ച് ജ്യൂസ് ആണ് കുട്ടിക്ക് ചോദിക്കണമെങ്കിൽ നമ്മൾ ഓറഞ്ച് വാങ്ങിച്ച് ജ്യൂസ് ആക്കി അത് കൊടുക്കുക. ഓറഞ്ച് ജ്യൂസ്. ഇപ്പൊ മാംഗോ ജ്യൂസ് ആണെങ്കിൽ നമ്മ മാംഗോ മുറിച്ച് നന്നായിട്ട് ഇത് ചെയ്തിട്ട് നമ്മ സ്വന്തമായിട്ട് അത് ഉണ്ടാക്കി കൊടുക്കാം. ഫ്രഷ് ജ്യൂസുകൾ കൊടുക്കാൻ നോക്കാം. പാക്കറ്റിലുള്ള ജ്യൂസുകളൊന്നും കൊടുക്കരുത്. അതേപോലെ കൂൾ ഡ്രിങ്ക്സ് അങ്ങനത്തെ ഒന്നും. ഈ കൊക്കോകോളയൊക്കെ നല്ലതാണെന്നാണ് നമ്മുടെ വിചാരം. കുട്ടികളുടെ അത് കൊടുക്കുന്നത് ഏറ്റവും മോശമാണ്. കൊക്കോകോള, ഹലോ മാം. പറഞ്ഞോ വിനോ. മാം, ഞങ്ങൾ പ്രിപ്പറേഷൻ ചെയ്യുന്നതാണെങ്കിൽ ഒരു 1 വീക്ക് ഒക്കെ റെഫ്രിജറേറ്ററിൽ സൂക്ഷിച്ചിട്ട് കൊടുക്കാവോ കുഞ്ഞുങ്ങൾക്ക്? എന്താണ്? അല്ല, ഈ ജ്യൂസ് ഐറ്റംസ് ഒക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. നമ്മൾ ചെയ്തത് ഒരു 1 വീക്ക് ഒക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് പിന്നീട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവോ? അത്രയൊന്നും വേണ്ട. ഫ്രഷ് ജ്യൂസ് കൊടുത്താൽ മതി. കുട്ടികളല്ലേ, എങ്ങാനും ഇൻഫെക്ഷൻ ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ ഫ്രഷ് ജ്യൂസ് തന്നെ കൊടുക്കാൻ നോക്കാം. അത് ചെയ്തപ്പോ തന്നെ കൊടുക്കാം. ഇൻസ്റ്റന്റ് ആയിട്ട് കൊടുക്കണേക്കുന്ന അത് നല്ല. എന്റെ അഭിപ്രായത്തിൽ അതാണ്, ഫ്രഷ് ജ്യൂസ് ആണ് കൊടുക്കണം നല്ലത്. മാക്സിമം അതേപോലെ കൂൾ ഡ്രിങ്ക്സുകൾ ഉണ്ടല്ലോ, ഈ കൊക്കക്കോളോ, പെപ്സി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ മാക്സിമം കൊടുക്കാതിരിക്കാം. കുട്ടികളിൽ കൊടുത്ത് ശീലിപ്പിച്ചിട്ടില്ലെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ശീലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒറ്റയടിക്ക് നിർത്തിക്കളയും. കുറച്ച് വന്നിട്ട് അതങ്ങനെ നിർത്തിക്കളയാം. വാങ്ങിച്ച് കൊടുക്കാതിരിക്കാം. അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് കഴിച്ച വയറിന് കംപ്ലൈന്റ് ആണ് എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി അത് അതിൽ നിന്നും പിന്തിരിക്കുക. അതേപോലെ ലേസ് മാക്സിമം ഈ പൊട്ടറ്റോ ചിപ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കാം. ലേസ് അതേപോലെ കുറെ പാക്കറ്റ് കിട്ടുന്ന കുറെ ഇതുണ്ട്. പിള്ളേർക്ക് വേണ്ടിയിട്ട് എന്താ അവർ കുറെ കളറും ഇൻഗ്രീഡിയൻസും ടേസ്റ്റ് ഒക്കെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ടേസ്റ്റ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ ഇറക്കണത്. അത് ആ കമ്പനിക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യണുള്ളൂ. നമുക്ക് കുട്ടികൾക്കൊന്നും വെച്ചാൽ വയ്യാണ്ടാവും. നമ്മൾ മാക്സിമം അതൊക്കെ അവോയ്ഡ് ചെയ്യാം. പിന്നെ പറഞ്ഞതാണ് ഫുഡ് ഐറ്റംസ് പുറത്തുനിന്ന് വാങ്ങിച്ച് കൊടുക്കാതിരിക്കാം. നമുക്കറിയാലോ ഫുഡ് ഇൻഫെക്ഷൻസ് ഒക്കെ വരാറുണ്ട്. ഫുഡ് വഴിയും ഇൻഫെക്ഷൻ ഡിസീസ് ക്യാരി ചെയ്യാറുണ്ടെന്നൊക്കെ പറയാം. അപ്പൊ മാക്സിമം എന്ത് ചെയ്യുക, ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മുടെ വീട്ടില് നമ്മുടെ വീട്ടിൽ നമ്മൾ തയ്യാറാക്കി കൊടുക്കണായിരിക്കും നല്ലത്. ഓക്കെ, അതേപോലെ നോക്കാട്ടോ. They must be taught to wash their hands before and after the meal and after going to the toilet. എന്താണ്, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷവും നല്ല രീതിയിൽ എന്ത് ചെയ്യണം, കൈ വാഷ് ചെയ്യണം. നമുക്ക് വാഷ് ചെയ്യണത് അറിയോ? അല്ല, 2 കൈയും വാഷ് ഇങ്ങനെ നമ്മ കൊറോണ ടൈമിൽ വാഷ് ചെയ്യണ വീഡിയോ ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? ഒരു പരസ്യമുണ്ട്, ഞാൻ പറയാം. ഡെറ്റോളിന്റെ സോപ്പിന്റെ പരസ്യം തോന്നുന്നുണ്ട്. ഒരു കഴിക്കോ എന്ന് പറഞ്ഞിട്ട് അത് ശരിക്കും പറഞ്ഞാൽ ആ ചെക്കൻ ചെയ്യുന്നത് കറക്റ്റ് ആയിരുന്നു. പക്ഷെ എന്താണ്, പരസ്യത്തിന്റെ ആൾക്കാർ എന്ത് ചെയ്തു, വാഷ് കാണിച്ചു വെള്ളം കളയുന്നു. അത് പക്ഷെ അവൻ ചെയ്യുന്ന കൊറോണയൊക്കെ വന്നപ്പോ നമ്മളെല്ലാവരും മാക്സിമം അവനെ സപ്പോർട്ട് ചെയ്യേണ്ടായിരുന്നു. കാരണം നമ്മൾ ഇങ്ങനെയാണ് വാഷ് ചെയ്യുന്നതിനുള്ള കാര്യം എന്ത് ചെയ്തു, നമ്മൾ മനസ്സിലാക്കി. അപ്പൊ അതെങ്ങനെ വാഷ് ചെയ്യേണ്ടെന്ന് 2-3 പേരൊന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അല്ലെങ്കിൽ അറിയണവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തരാം കേട്ടാ. അറിയണ ആരുമില്ലേ? കാണിച്ചു തരാൻ പറഞ്ഞോണ്ടേക്കും. അപ്പത്തെ അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരാം. എന്താ പറഞ്ഞ, കൈ രണ്ടും നല്ല രീതിയിൽ എന്ത് ചെയ്യുക, വാഷ് ചെയ്യുക. നല്ല രീതിയിൽ വാഷ് ചെയ്യുക. അതേപോലെ ഭക്ഷണം കഴിക്കുന്നതിന് ശേഷവും മുമ്പും ശേഷവും അതേപോലെ തന്നെ ചെയ്യുക. ദെൻ ടോയ്ലറ്റിൽ പോയതിനു ശേഷം കൈ വാഷ് ചെയ്യണം എന്നുള്ള ശീലം കുട്ടികളിൽ എന്ത് ചെയ്യുക, പഠിപ്പിക്കുക. ടേക്ക് ബാത്ത് റെഗുലർ ആയിട്ട് എന്ത് ചെയ്യുക, കുളിക്കാനായിട്ട് ബാത്ത് ചെയ്യാനായിട്ട് അവരുടെ ശീലം ഉണ്ടാക്കുക. ഹാവ് റെഗുലർ ടോയ്ലറ്റിംഗ് ഹാബിറ്റ്സ് റെഗുലർ ആയിട്ട് ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ പുറത്ത് ഓപ്പൺ സ്പേസിലൊന്നും കുട്ടികളെ യൂറിനേറ്റ് ചെയ്യാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ബാത്റൂമിൽ പോയിട്ട് വേണം യൂറിനേറ്റ് ചെയ്യാന്നുള്ള കാര്യം പറഞ്ഞ് കൊടുക്കുക. നമ്മൾ ശീലിപ്പിച്ചാൽ മതി ചെറുപ്പത്തില്. ക്ലീൻ ദ ടീത്ത് എവറി മോർണിംഗ് ആൻഡ് ബിഫോർ ഗോയിങ് ടു ബെഡ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ബ്രഷ് ചെയ്തിട്ട് വേണം ബാത്റൂമിൽ പോവാൻ. ബ്രഷ് ചെയ്യുക, ഫേസ് ഒക്കെ വാഷ് ചെയ്യുക, കൊണ്ടുവരാം, പുറത്തേക്ക് ഇറങ്ങാം. അങ്ങനെ ഒരു ശീലം കുട്ടികളുടെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അത് നല്ല ഒരു എന്താ പറയുക, നല്ല അവരത് ഫോളോ ചെയ്തോളും. അതേപോലെ തന്നെ രാത്രി കിടക്കുന്നേക്കാളും മുമ്പാണെങ്കിൽ കൈയും കാലും കഴുകുക, ബ്രഷ് ചെയ്യുക, ഒന്ന് വാഷൊക്കെ ചെയ്ത് ഒന്ന് വന്ന് കിടന്നുറങ്ങുക. ആ ഒരു ശീലമാണെങ്കിൽ നല്ലതായിരിക്കും.
Drink sufficient water to clear out the system. നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ടല്ലോ, നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ഡൈജസ്റ്റ് ആവാനായിട്ട് അത്യാവശ്യം എന്ത് വേണം, വെള്ളം നമുക്ക് ശരീരത്തിൽ വേണം. അപ്പൊ നമ്മൾ എന്താണ് സഫീഷ്യന്റ് എമൗണ്ട് ഓഫ് വാട്ടർ ഡെയിലി എന്ത് ചെയ്യണം, കൺസ്യൂം ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മുടെ ഡൈജഷൻ പ്രോസസ് ഒക്കെ എന്താവുള്ളൂ, പ്രോപ്പർ ആയിട്ട് നടക്കുള്ളൂ. Besides the above, the children must have been taught healthy habits such as to use handkerchief when sneezing and coughing. നമുക്ക് പൊമ്പോഴും ചുമയ്ക്കുമ്പോഴും ഒക്കെ എന്ത് ചെയ്യാം, ഒരു ഹാൻഡ് കർച്ചീഫ് യൂസ് ചെയ്യാനായിട്ട് അവരെ ശീലിപ്പിക്കാം. സപ്പോസ് ഹാൻഡ് കർച്ചീഫ് ഇല്ലെങ്കിൽ അകത്തേക്ക് തുമ്മൽ ഒറ്റയടിക്ക് നമ്മിങ്ങനെ സ്പ്രെഡ് ചെയ്യുമ്പോൾ നമുക്ക് വല്ല ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് കൂടെയുള്ള എല്ലാവർക്കും പകരും എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇങ്ങനെ ഒരു എന്താ ബനിയനൊക്കെ ആണെങ്കിൽ കുട്ടികൾ അകത്തേക്ക് തുമ്മാനൊക്കെ ശീലിപ്പിക്കാം. അല്ലാണ്ട് ഒറ്റയടിക്ക് ഇത് ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ സ്പ്ലിറ്റ് ഓൺലി ഇൻ ദി പാർട്സ് ഓഫ് ഇറ്റ്. തുപ്പാനൊക്കെ ഉള്ള സ്ഥലത്ത് മാത്രം തുപ്പ. നമ്മുടെ ഇന്ത്യയിലുള്ള കേരളത്തിലൊക്കെ മെയിൻ ആയിട്ട് കണ്ടുവരുന്ന ഇതാണ്. എല്ലായിടത്തും അവരെന്ത് ചെയ്യും, ഇത് ചെയ്യും, തുപ്പൊക്കെ ചെയ്യും. അങ്ങനെ പാടില്ല. വാഷ് ബേസിൽ പോയിട്ടാണ് തുപ്പേണ്ടത് എന്നുള്ള കാര്യം കുട്ടികൾ സ്പ്ലിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കുട്ടികൾ ചെറുപ്പത്തിലേ ശീലിപ്പിച്ചെടുക്കാം. നോട്ട് ടു യൂസ് ഓപ്പൺ സ്പേസ് ഫോർ യൂറിനേറ്റ്. എന്താണ് ഓപ്പൺ സ്പേസിൽ യൂറിനേറ്റ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പാസിംഗ് ബോൾസ് മൂവ്മെന്റ്സ് ആൻഡ് നോട്ട് ടു വാക്ക് അൺകവേർഡ് ഫീറ്റ്. നമ്മളുടെ ചെരുപ്പൊന്നും ഇടാണ്ട് പുറത്തേക്ക് ഇറങ്ങരുത്. ചെരുപ്പൊക്കെ ഇടാണ്ട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാലുമ്പോൾ ചെറിയ മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതുവഴി ഏത് ബാക്ടീരിയയാണ് ശരീരത്തിലേക്ക് കയറുന്നത്, ജേംസ് എന്തെങ്കിലും കവടകളൊക്കെ ഉണ്ട്, അത് നമ്മുടെ മുറിവ് കൂടെ കയറും. അപ്പൊ എന്ത് ചെയ്യണം, കുട്ടികളിൽ ചെരുപ്പിടുന്ന ശീലം ശീലിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അസുഖം വരാതിരിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാക്സിമം ട്രൈ ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അത് നല്ലതാണ്. It is the family duty to teach the children to civic duties and develop civic sense in them. അതേപോലെ സിവിക് ഡ്യൂട്ടീസ്, സിവിക് സെൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തിൽ ഫാമിലിക്ക് വലിയ പങ്ക് വഹിക്കാൻ പറ്റും. അതേപോലെ തന്നെ എന്താണ് നമ്മുടെ നാഷണൽ ഫ്ലാഗ്, നാഷണൽ ആന്തം, അതൊക്കെ അതിന്റെയൊക്കെ സമയത്ത് നമുക്ക് കുട്ടികളോട് നാഷണൽ ഫ്ലാഗിനെ റെസ്പെക്ട് ചെയ്യണം. കുട്ടികൾക്ക് അറിയാൻ പറ്റൂല, അവര് എന്താണ് ഫ്ലാഗ് ഇപ്പൊ ഓഗസ്റ്റ് 15 കഴിഞ്ഞപ്പോഴേക്കും അവരുടെ കയ്യിൽ ആദ്യം തന്നെ ഫ്ലാഗ് ഉണ്ട്. ആ ഒരു ദിവസം അവർ ആ ഫ്ലാഗിനെ റെസ്പെക്ട് ചെയ്യണം, പിറ്റേ ദിവസം അതൊരു വലിച്ചെറിയാണ് ചെയ്യുന്നത്. ഒരിക്കലും അങ്ങനെ ശീലിപ്പിക്കരുത്. നമ്മുടെ ഫ്ലാഗ് എന്ന് വെച്ചാൽ നമ്മുടെ നാഷണൽ സിമ്പിൾ ആണ്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ എന്താ പറയാ, നമ്മുടെ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അത് നമ്മൾ കുട്ടികളിലും അത് പറഞ്ഞ് മനസ്സിലാക്കാം. ഇതൊരിക്കലും ചവിട്ടരുത്, ഇതൊരിക്കലും കളയരുത്, കീറരുത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാം. അങ്ങനെ നമ്മൾ ഫാമിലിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, മാക്സിമം ഇത് ഡെവലപ്പ് ചെയ്യാനായിട്ട് സിവിക് ഡ്യൂട്ടീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, ഫർസാനക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഫർസാന മാം, എനിക്കൊരു ഡൗട്ട്. പറഞ്ഞോടാ. എല്ലാവരും ഈ ബുക്ക് ഈ എന്താ നമ്മുടെ പോർഷൻസിന്റെ PDF ഉണ്ടല്ലോ, അത് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വെച്ചേക്കണോ അതോ ഇങ്ങനെ തന്നെയാണോ ചെയ്തേക്കണത്? എല്ലാവരും ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ടുണ്ടാവുമല്ലോ, എങ്ങനെയാ? ഫോട്ടോസ്റ്റാറ്റ് അല്ലേ? എടുത്തിട്ടുണ്ട്. ഓരോരുത്തരും പ്രിന്റ് എടുത്തിട്ടുണ്ടോന്ന് ഞാൻ ഉദ്ദേശിച്ചത്. പ്രിന്റ് എടുക്കണോന്നോ? പ്രിന്റ് എടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമുക്ക് ഇപ്പൊ ക്ലാസ് ഒക്കെ എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എഴുതി വെക്കണം. അല്ലെങ്കിൽ എക്സ്ട്രാ നമ്മളിപ്പോ ഇതിൽ പറഞ്ഞു പോകണ്ടല്ലോ, ആ പോർഷനൊന്നും നമ്മുടെ എന്തെങ്കിലും ഇല്ല, ഈ പറഞ്ഞ ഫോട്ടോസ്റ്റാറ്റ് ഇല്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാനായിട്ട് റെഫറൻസിന് വേണ്ടി മാത്രമുള്ളൊരു ഇതാണ് എന്ത് PDF എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, അപ്പൊ കുറച്ച് എഴുതിയൊക്കെ വെക്കണെങ്കിൽ നമുക്ക് പിന്നെ അത് വായിച്ചു നോക്കുമ്പോ ഓർക്കാനും അതേപോലെ റിമൈൻഡ് ചെയ്യാനൊക്കെ നല്ലതായിരിക്കും. അപ്പൊ പ്രിന്റ് എടുക്കണായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ഇതിന് സെപ്പറേറ്റ് സ്റ്റുഡൻസിനുമായിട്ട് വാട്സപ്പ് ഗ്രൂപ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കാരണം എന്തെങ്കിലും മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് പറ്റണില്ലല്ലോ. മനസ്സിലായില്ല, എനിക്ക് മനസ്സിലായില്ല, ഒന്നുകൂടി പറയോ? ഈ സ്റ്റുഡൻസിന് മാത്രമായിട്ട് ആരെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പ് അങ്ങനെ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ? അതായത് എന്തെങ്കിലും ക്ലാസ് മിസ്സാവുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ റെക്കോർഡ് കേൾക്കണേക്കാട്ടും നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ സ്റ്റുഡൻസ് തമ്മിൽ ഷെയർ ചെയ്യാനുള്ള അവസരം ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. കുട്ടികൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് വാട്സപ്പ് ഗ്രൂപ്പ് ഇല്ല.
നിങ്ങൾക്ക് ചിലപ്പോൾ ഗ്യാങ്ങിൽ ഉണ്ടാവുമായിരിക്കും, നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഇതിൽ ഉണ്ടാവും. ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ ഒരു ക്ലാസ്സിന് മാത്രമായിട്ടുള്ളതായിരിക്കും വാട്സപ്പ് ഗ്രൂപ്പ്. ഒരുപാട് ക്ലാസ്സുകൾ ഉണ്ട്. MTയുടെ തന്നെ ഒരുപാട് ബാച്ച് ഉണ്ട്, മോൺസോറിൽ തന്നെ ഒരുപാട് ബാച്ച് ഉണ്ട്. അപ്പൊ അതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടാസ്ക് ആണ്. അതുകൊണ്ട് അങ്ങനെ ഗ്രൂപ്പുകൾ ഞങ്ങൾക്ക് ഒഫീഷ്യലി ഇല്ല. ഇനിയിപ്പോ നിങ്ങൾക്ക് ഫ്രണ്ട്സിന്റെ ഇടയിൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിലേക്ക് ആഡ് ആവുകയാണെങ്കിൽ അവർ ഡൗട്ട്സോ അല്ലെങ്കിൽ നോട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പാസ് ചെയ്തോളൂ. അത് കുഴപ്പമില്ല. പിന്നെ എന്താ പറഞ്ഞത്, നമുക്ക് നോട്ടോ ക്ലാസ്സോ മിസ് ആവുകയാണെങ്കിൽ അത് ക്ലാസ് റൂമിൽ എല്ലാ ദിവസവും 2 മണിക്ക് ശേഷം വരുന്നുണ്ട്. അതേപോലെ മോക്ക് ടെസ്റ്റ് ആണെങ്കിലും ഒരു ചാപ്റ്റർ തീരുമ്പോ അതിന്റെ ചാപ്റ്റർ വൈസ് മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും. അത് മാക്സിമം അറ്റൻഡ് ചെയ്യാനൊക്കെ നോക്കാം. ഫസ്റ്റ് എയ്ഡിന്റെ ചാപ്റ്ററിൽ ഇട്ടിട്ടില്ലല്ലോ. ഫസ്റ്റ് എയ്ഡ് ചാപ്റ്ററിൽ വന്നിട്ടില്ലേ? ഇല്ല. ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനൊന്ന് റിമൈൻഡ് ചെയ്യാട്ടെ, കാരണം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് എയ്ഡ് ചാപ്റ്ററിലെ 1 വേർഡ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡിസ്കസ് ചെയ്തല്ലേ ഫസ്റ്റ് എയ്ഡ് ചാപ്റ്ററിലെ 1 വേർഡ്സ്? അതേ ഉള്ളൂ, അല്ലാതെ MCQ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിട്ടില്ല. ഞാൻ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തതാണ് ഫസ്റ്റ് എയ്ഡ് ചാപ്റ്ററിലെ 1 വേർഡ്സ് അല്ലേ? അവിടെ ഇട്ടിട്ടില്ല അല്ലെ? ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അത് അന്ന് തന്നെ ക്ലാസ് കഴിഞ്ഞു പോയപ്പോ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഓരോ ചാപ്റ്റർ വൈസ് എന്നെ റിമൈൻഡ് ചെയ്യണം, കാരണം ഞാനും നിങ്ങൾ മാത്രമേ എന്തുള്ളൂ ഡയറക്റ്റ് കോണ്ടാക്ട് ഉള്ളൂ. അവരായിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഇല്ലല്ലോ, കോണ്ടാക്ട് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ എന്നോട് പറഞ്ഞാൽ മതി ഫസ്റ്റ് എയ്ഡ് ചാപ്റ്റർ 1 വേർഡ്സ് വന്നിട്ടില്ലെങ്കിൽ ഞാൻ ഇന്നിപ്പോ തന്നെ കൊടുത്തേക്കും, കാരണം ഇതിൽ ഓൾറെഡി ഞാൻ പ്രിപ്പയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. മാം ഒരു കാര്യം കൂടെ, പറഞ്ഞോ. ഈ മൊഡ്യൂൾ 1 ഇനി ഈ ചാപ്റ്ററും കൂടി കഴിഞ്ഞാൽ മാം മൊഡ്യൂൾ 2 ആണ് എടുക്കാൻ പോണത്? മൊഡ്യൂൾ 2 ആയിട്ട് എടുക്കണം കേട്ടോ. ഞാൻ PDF മൊഡ്യൂൾ 2 എടുത്തിട്ടില്ല, അതാ ചോദിച്ചത്. എടുത്തു വെക്കാനായിരുന്നു. അപ്പൊ എനിക്ക് ഈ പാർട്ടിലുള്ള 4 ചാപ്റ്റേഴ്സ് തീർന്നു. 3 ചാപ്റ്റേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 3 കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇനി അടുത്തത് മൊഡ്യൂൾ 2 പോകും. ഓക്കെ പാർട്ട് 2 അല്ലേ മാം? പാർട്ട് 2 ഓരോ പേപ്പർ പോലെ പാർട്ട് 2 പോകും. സോറി, മൊഡ്യൂൾ 9. അപ്പൊ മാം ഈ മൊഡ്യൂൾ 1 കഴിഞ്ഞ അതിന്റെ എക്സാം ഉണ്ടാവില്ലേ? ഉണ്ടാവും. ചിലപ്പോ ഒരു മോഡൽ എക്സാം ഉണ്ടാവും, അല്ലെങ്കിൽ മൊഡ്യൂൾ 1-ന്റെയും 2-ന്റെയും കൂടെ ഒരുമിച്ചായിരിക്കും. അത് ഞാൻ ചോദിച്ചിട്ട് പറയാം. ഓക്കെ. ക്ലാസ് കഴിഞ്ഞിട്ട് 10 മാസം കഴിഞ്ഞിട്ടായിരിക്കും എല്ലാ മൊഡ്യൂളിന്റെ കൂടെ ഫൈനൽ എക്സാം. അത് ഓരോ മൊഡ്യൂൾ കഴിയുമ്പോഴും അതിന്റെ എക്സാമുകളാണ്. അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് എല്ലാത്തിന്റെയും മോഡൽ എക്സാമുകൾ ഉണ്ടാവും സെപ്പറേറ്റ് ആയിട്ട്. ലാസ്റ്റ് ആയിരിക്കും എല്ലാത്തിനും ഒരുമിച്ച് ഫൈനൽ എക്സാം വന്നത്. ക്ലിയറൻസ് ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു സാറ് ഈ എക്സാമിന് മനസ്സിലായല്ലോ? ഒരു മിനിറ്റ് കേട്ടോ, ഒന്നുകൂടി പറയോ? എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിലേ ഗ്രൂപ്പിൽ അറിയിക്കണം. എക്സാമോ അല്ലെങ്കിൽ അസൈൻമെന്റോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിന് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ക്ലാസ് റൂം ആണ് ഉദ്ദേശിച്ചത്? ക്ലാസ് റൂമില് ചിലപ്പോ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം എന്നില്ലല്ലോ. വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഒരു 25 ബാച്ചിനൊക്കെ എഴുതിയ. എനിക്കറിയില്ല. അപ്പൊ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്തോളൂ. അത് കുഴപ്പമൊന്നുമില്ല, പ്രശ്നമല്ല. ഉണ്ടെങ്കിലും ഒന്ന് അറിയിക്കണേ. പറഞ്ഞോ. ഓക്കെ. ക്ലാസ്സിലെങ്കിലും ഒന്ന് ഇൻഫോം ചെയ്യണേ. ഹലോ, ക്ലിയർ ആണോ? ഇപ്പൊ കേക്കാവോ മാം? കേക്കാവോ? പറഞ്ഞോടാ. മാം, ഞാൻ പറഞ്ഞെന്ന് വെച്ചാല് പിന്നീട് എന്തേലും ഇതേപോലെ അസൈൻമെന്റോ മറ്റു വർക്കുകളോ നമുക്ക് ഇതേപോലെ ഓരോ യൂണിറ്റ് തീരുമ്പോഴത്തേക്ക് അതിന്റെ മോഡൽ എക്സാമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാം ഒന്ന് അറ്റ്ലീസ്റ്റ് ക്ലാസ് റൂമെങ്കിലും ഒന്ന് ഇൻഫോം ചെയ്തേക്കണേന്ന്. ഇൻഫോം ചെയ്യണം. ഓക്കെ. ഞാൻ പക്ഷെ നമ്മളെ നെക്സ്റ്റ് ക്ലാസ് എന്ന് പറയണോണ്ട് നിങ്ങൾ എല്ലാ ദിവസവും കാണുന്നുണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് ഫോളോ ചെയ്യും എന്നാ വിചാരിച്ചത്. ഞാൻ ക്ലാസ് റൂമിൽ ഇട്ടേക്കാം. ശരി മാം, അങ്ങനെ ഇടുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഉപകാരമായിരിക്കും. അപ്പൊ ക്ലാസ് റൂമിൽ ഞാൻ ഇട്ടേക്കാം. ആക്ടിവിറ്റി എത്രാമത്തെ ആക്ടിവിറ്റി ആണ്? ഗുഡ് എന്താണ് നമ്മൾ ഇട്ടത്? ആക്ഷൻ സോങ് ഓഫ് ഹെൽത്തി ഹാബിറ്റ്സ്. അതൊന്ന് ഇട്ടേക്കാം. ഓക്കെ. താങ്ക് യു മാം, താങ്ക് യു. ഓക്കെ. പാർട്ട് എക്സാമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് സാറ് ഡിസ്കസ് ചെയ്യണേക്കോട്ടെ നല്ലത്. കാരണം ഇപ്പൊ എനിക്ക് എക്സാമിനെ കുറിച്ച് അത്യാവശ്യം അറിയാം, പക്ഷെ എന്നാലും ഞാൻ ഡിസ്കസ് ചെയ്യുന്നതിനേക്കാളും കൂടി സാറ് പറയും. അപ്പൊ ഞാനത് സാറിനോട് ചോദിച്ചിട്ട് പറയാം. ഓക്കെ.
സാറ് പറഞ്ഞായിരുന്നു ഡൗട്ട് ക്ലിയറൻസ് ക്ലാസ്സിൽ ഒരുപാട് കാര്യങ്ങൾ സാറ് പറഞ്ഞായിരുന്നു. എക്സാം ലാസ്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞായിരുന്നു. മോഡൽ എക്സാം ഉണ്ടാവും, മെയിൻ എക്സാം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. സാറ് പറഞ്ഞു ഓരോ പാർട്ട് വൈസ് മോഡൽ എക്സാമും മെയിൻ എക്സാം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഞാൻ ബാക്കി കാര്യങ്ങൾ ചോദിച്ചിട്ട് പറയാം. ഇതിന്റെ ഫ്രൈഡേ ക്ലാസ് ആണ്. അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ ഞാൻ കൂടുതലായിട്ട് ചോദിച്ചിട്ട് പറയാം. കാരണം എനിക്കിപ്പോ ഒറ്റയ്ക്ക് പറഞ്ഞിട്ടുണ്ട് ചിലപ്പോ ഞാൻ പറയണതും സാർ പറയുന്നത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ശരിയാവൂലല്ലോ. ഞാൻ സാറിനോട് ചോദിച്ചിട്ട് പറയാം. പെർമിഷൻ വാങ്ങിച്ചിട്ട് എനിക്ക് പറയാനായിട്ട് എനിക്ക് അതിന് പറ്റില്ല. കാരണം നിങ്ങളോട് ഇങ്ങനെ കൂടുതലായിട്ട് പറയാനൊന്നും ഞാൻ ടീച്ചറാണല്ലോ. അപ്പൊ HOD പറയും. ഓക്കേടാ, കുഴപ്പമില്ലല്ലോ. ഹലോ മാഡം, പറഞ്ഞോടാ. ഈ എക്സാം മോക്ക് ക്വസ്റ്റ്യൻസ് പോലത്തെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണോ വരിക എക്സാമിന്? ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും. അപ്പൊ നമ്മ മോക്ക് ടെസ്റ്റിൽ വന്ന ക്വസ്റ്റ്യൻസ് മാക്സിമം എഴുതിയെടുക്കാം. നമ്മ ബുക്കില് എന്റെ പേരാണെങ്കിൽ അബർനാമിക്സ് എന്ന് പറഞ്ഞിട്ട് അതെന്ത് ചെയ്യാം, മോക്ക് ടെസ്റ്റിൽ വന്ന ക്വസ്റ്റ്യൻസ് എല്ലാം എഴുതിയെടുക്കാം. അതേപോലെ നമ്മ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ തന്നെ ഉണ്ടല്ലോ, അതും എഴുതിയെടുത്ത് സൂക്ഷിക്കാം. മിക്കവാറും ഇതൊക്കെ ഞാൻ കുറച്ച് പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കിയിട്ടൊക്കെയാണ് ഇടുന്നത്. തന്നെ ആയിരിക്കും വരാൻ ചാൻസ്. പക്ഷെ ഇംഗ്ലീഷ് ഒന്നും കിട്ടിയിട്ടില്ല, മോക്ക് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷ് ഒന്നും കിട്ടിയിട്ടില്ലേ? അത് ഇംഗ്ലീഷ് ആണ് എടുക്കണത്. തീർന്നിട്ടില്ല. ചാപ്റ്റർ തീർന്നാലേ ടീച്ചറാണെന്ന് തോന്നുന്നു. ടീച്ചർ മാത്രമേ ക്വസ്റ്റ്യൻ ആൻസറും തരുന്നുള്ളൂ, വേറെ ഒരു ടീച്ചറും ക്വസ്റ്റ്യൻ ആൻസർ ഒന്നും തരുന്നില്ല. ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന് ശേഷം എനിക്ക് തോന്നുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു മാം ആണെന്ന് തോന്നുന്നു ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ തരുന്നത്. മറ്റുള്ള മാം അങ്ങനെ തരുന്നില്ല. അത് ഒരു പ്രാവശ്യമല്ലേ തന്നിട്ടുള്ളേ? ഒരു ചാപ്റ്ററേ തീർന്നിട്ടുള്ളൂ. അതുകൊണ്ടായിരിക്കും കേട്ടോ. ശരണ്യ മിസ് ക്വസ്റ്റ്യൻ ആൻസർ തരാറുണ്ട്. ഞാൻ ബാക്കിയുള്ളവരുടെ കാര്യം പറയാം കേട്ടോ. നേരത്തെ ഇടാനായിട്ട് ക്ലാസ് റൂമിൽ റെക്കോർഡ് ക്ലാസ് ഇടാനായിട്ട് ടൈം എടുക്കും. കാരണം ഒരു ക്ലാസ് അല്ലല്ല, ഒരുപാട് ക്ലാസ്സുകൾ ഉണ്ട്. ചെയ്ത് വരുമ്പോഴേക്കും ഒരു 2 മണിയാവുമ്പോ രാവിലെ വന്നിട്ട് അവരത് ഇന്നത്തെ ഫുൾ റെക്കോർഡും എടുത്ത് ക്ലാസ് നോക്കി ഒരു 10-15 രൂപ ഉണ്ടാവും ഓരോ ക്ലാസ് റൂമിനൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഓരോരുത്തര് എല്ലാവരും കൂടെ ഒരുമിച്ച് ചെയ്യണേണ്. അപ്പൊ അത് കുറച്ച് ടൈം എടുക്കും. 2 മണിയാവുമ്പോഴേക്കും മാക്സിമം 2 മണിക്കുള്ളിൽ ക്ലാസ് റൂമിൽ റെക്കോർഡ് ക്ലാസ് വരും. ഓക്കെ മാം, ആക്ടിവിറ്റീസിന് മാർക്ക് ഉണ്ടോ? ആക്ടിവിറ്റീസ് നമുക്ക് അറിഞ്ഞിരിക്കാനാണ്. അസൈൻമെന്റ്സിന് മാർക്ക് ഉണ്ട്, റെക്കോർഡുകൾക്ക് മാർക്ക് ഉണ്ട്. അതോ ശരണ്യ മിസ് പറയൂ കേട്ടോ കൂടുതൽ ഡീറ്റെയിൽസ്. ശരണ്യ മിസ്സിന്റെ ആക്ടിവിറ്റി കഴിഞ്ഞായിരുന്നു, അതിന് മാർക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അല്ലേ? ഓക്കെ. അസൈൻമെന്റ് ആയിരുന്നോ ശരണ്യ മിസ്സിന്റെ? അസൈൻമെന്റ് ആയിരുന്നു. ഓക്കെ, അസൈൻമെന്റ് ആയിരുന്നു വർക്ക്. ആക്ടിവിറ്റീസ് കുറച്ചുകൂടി നമുക്ക് നമ്മളുടെ ഓരോരുത്തരുടെ കഴിവ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പിന്നെ ഒരു ക്ലാസ്സിൽ അല്ലെങ്കിൽ ഒരു സ്കൂളിൽ ചെന്നിട്ട് നമ്മൾ എന്താണോ ചെയ്യുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ ഒരു കുട്ടീനെ ഇപ്പൊ ABCD പഠിപ്പിക്കണമെന്ന് വിചാരിക്കും. അപ്പൊ അതെങ്ങനെ പഠിപ്പിക്കും എന്നറിയണ്ടേ? ആൽഫബറ്റ്സ് എങ്ങനെ അവർ പരിചയപ്പെടുത്തും എന്നറിയണ്ടേ? അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ തിയറി പോർഷൻ കഴിയുമ്പോഴേക്കും എനിക്കും നിങ്ങൾക്കും നമ്മൾ എന്താണ് അത്യാവശ്യം നല്ലൊരു, എനിക്കിപ്പോ അത്യാവശ്യം കുറച്ച് മിക്കവരെയും കുറച്ചുകൂടി ആക്റ്റീവ് ആയിട്ടുള്ളവരൊക്കെ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് അറിയാം. അപ്പൊ കുറച്ചും കൂടി നിങ്ങളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ആക്ടിവിറ്റീസ് ഒക്കെ ആയിരിക്കും ചെയ്യണം. നമ്മുടെ പാർട്ട് അല്ലെങ്കിൽ നമ്മുടെ എന്താണ് പോർഷൻസ് നോക്കി സിലബസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കുറച്ച് കഴിയുമ്പോ അടുത്ത പാർട്ട് 3ലേക്ക് വരുമ്പോൾ ഫുള്ളും എന്താണ് ആക്ടിവിറ്റീസിന്റെ ഭാഗമാണ്. അപ്പൊ നമ്മളിപ്പോ ഈ എടുക്കണ ലെക്ചർ ക്ലാസ്സിനേക്കാളും കുറച്ചും കൂടി ഇതായിരിക്കും, നല്ല രീതിയിലായിട്ട് എടുക്കണം. കാരണം വെച്ചാല് പ്ലക്കാർഡ്സ് അതേപോലെ ചാർട്ടൊക്കെ വെച്ചായിരിക്കും ക്ലാസ് ഒക്കെ എടുക്കേണ്ട വരുന്നത്. ഞാനും നിങ്ങളും ക്ലാസ് എടുക്കേണ്ട വരുന്നത് ചാർട്ടൊക്കെ വെച്ചിട്ടൊക്കെ തന്നെ ഇരിക്കും കേട്ടോ. കേട്ടോ? ഓക്കെ, ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ ലാബിന്റെ ഇതൊക്കെ ഉണ്ടോ ഇതിൽ വരുന്നുണ്ടോ? ലാബ് ഇല്ലാതെ നമുക്ക് കമ്പ്യൂട്ടറായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇല്ല. ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് എന്താ പറയുക, ക്ലാസ് റൂം അല്ലെങ്കിൽ വർക്ക്ഷോപ്പ് ഉണ്ടാവുള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ കുട്ടികളില് ഫാമിലീസില് എന്താണ് ഒരു ഫാമിലി റെസ്പോൺസിബിലിറ്റി, കുട്ടി വളർന്നു വരുന്നതിൽ ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലെ? യെസ് മാം.
ഓക്കെ, അപ്പൊ അതിനെ കുറിച്ച് ഇപ്പൊ ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ച് നമുക്ക് ഒറ്റയ്ക്ക് ഒരാൾക്ക് ഇങ്ങനെ നമുക്ക് പറഞ്ഞാൽ കഴിയേ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇന്ന് മനസ്സിലായ ക്ലാസ്സിനെ കുറിച്ച് എന്താണെന്ന് വെച്ചാൽ പറയാം കേട്ടോ. പിന്നെ ഓരോരുത്തരെ വിളിക്കാം. ശരണ്യ പറഞ്ഞോടാ. ഫാമിലീസ് ആൻഡ് ചിൽഡ്രൻസും അല്ലെങ്കിൽ ചിൽഡ്രൻസ് ആൻഡ് ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഫാമിലി പറയണം കേട്ടോ ഒരുമിച്ച്. ശരണ്യ കേട്ടാ? അതാണ് പ്രശ്നം. ഇത്രയും നേരം ഡൗട്ട് ചോദിച്ചപ്പോ എല്ലാവരും ഭയങ്കര ആക്റ്റീവാണ്. ക്വസ്റ്റ്യൻ ചോദിക്കുന്ന കാര്യം പറയുമ്പോഴേക്കും ഞാൻ പറയട്ടെ. ഞാൻ കാര്യം പറയട്ടെ. നാളെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നിങ്ങൾ എന്തൊക്കെ പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞാല് ഒരു ക്ലാസ് റൂമിൽ കുറെ കുട്ടികളൊക്കെ ആയിട്ട് പോയി പ്രസന്റ് ചെയ്യേണ്ട ആൾക്കാരാണ് നിങ്ങള്. അപ്പൊ ആ ഒരു ധൈര്യം അല്ലെങ്കിൽ ആ ഒരു ഇത് ഡെവലപ്പ് ചെയ്യാനായിട്ട് മാക്സിമം എല്ലാവരും ശ്രമിക്കുക കേട്ടോ. ഞാൻ പറയുന്നുണ്ട്, എപ്പോഴും പറയാറുണ്ട്. അപ്പൊ മാക്സിമം എന്ത് ചെയ്യാം, ഓരോരുത്തര് അതൊന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം മനസ്സിലായോ എന്നൊക്കെ ചോദിക്കുന്നത്. മിസ് ഒന്നുകൂടെ പറയോ ക്വസ്റ്റ്യൻ? എടാ ഇപ്പൊ ഹെൽത്തി ചിൽഡ്രൻസും ഫാമിലിയും തമ്മിലുള്ള ആ റിലേഷനും റെസ്പോൺസിബിലിറ്റി ഓഫ് ഫാമിലി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനേ പറഞ്ഞോളൂ. ഞാൻ നിർത്ത പോർഷൻ. ഓക്കെ, ആരാ പറയണത്? സന പറഞ്ഞു. ആദ്യം സന പറഞ്ഞോ. ഇവിടെ ഞാൻ റെഡിയാന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചിട്ടുണ്ട്. സന പറഞ്ഞോട്ടാടാ. മാം, നമ്മുടെ ഫാമിലിയാണ് ഒരു കുട്ടിന്റെ ഹാബിറ്റ്സിനൊക്കെ ഡെവലപ്പ് ചെയ്യാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ട്. അപ്പം നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ അവർക്ക് നല്ല ശീലങ്ങൾ പഠിപ്പിക്കണം. അത് നമ്മൾ വേണം അവർക്ക് കാണിച്ചു കൊടുത്ത് പഠിപ്പിക്കാൻ. നല്ല ഫാമിലിയാണ്, നല്ല ബാക്ക്ഗ്രൗണ്ടിലുള്ള ഫാമിലി ആണെങ്കിൽ ആ കുട്ടിയും ആ ഹാബിറ്റ്സ് കണ്ടിട്ട് ആ പാരന്റ്സിന്റെ ബിഹേവിയറും അവർ രീതിയും കണ്ടിട്ടായിരിക്കും ആ കുട്ടി പുറത്തും പെരുമാറുക. അതേപോലെ ഒരു ബാഡ് ഹാബിറ്റ്സ് ആയിട്ടുള്ള ഒരു ഫാമിലി ആണെങ്കിൽ, ഇങ്ങനെ വഴക്കും ബഹളമൊക്കെ ഉള്ള ഒരു ഫാമിലി ആണെങ്കിൽ ആ കുട്ടിയും അത് ശീലിക്കുക. ആ കുട്ടി പുറത്തു പോയിട്ട് ആ കുട്ടീന്റെ ഫ്രണ്ട്സിനോടും അങ്ങനെയാണ് പെരുമാറുക, മോശമായ രീതിയിലായിരിക്കും പെരുമാറുക. അപ്പോൾ ഫാമിലിക്ക് ഒരു കുട്ടീന്റെ ഡെവലപ്മെന്റിൽ നല്ല റോളാണുള്ളത്. ഫസ്റ്റ് ഒരു കുട്ടി എല്ലാ കാര്യവും ലേൺ ചെയ്തത് നമ്മള് ഫാമിലിയിൽ നിന്നാണ്. മാം, എനിക്ക് ജലദോഷാട്ടോ, ഞാൻ പറയുന്ന മനസ്സിലാവുണ്ടാവുമല്ലോ അല്ലെ എല്ലാവർക്കും? മനസ്സിലാവുന്നുണ്ട്, പറഞ്ഞോ. ശരി. അപ്പം നമ്മുടെ കുട്ടികളുടെ ഹെൽത്തി ഹാബിറ്റ്സും അവരെ എങ്ങനെ രീതിയിൽ വളർത്തണം, അവ എങ്ങനെ നല്ല ഫുഡ് നൽകാനും നല്ല അറ്റ്മോസ്ഫിയറിൽ കൊണ്ട് നടക്കാനും നമ്മൾ അവർക്ക് കാണിച്ചു കൊടുത്തിട്ടും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും അവർക്ക് നല്ലൊരു ബിഹേവിയർ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അവരെ അടിച്ചമർത്തി ചെയ്യിപ്പിക്കാണ്ട് നമ്മളത് നമ്മളെ ലൈഫിൽ കൊണ്ടുവന്നിട്ട് ആദ്യം നമ്മൾ ഫാമിലി മെമ്പേഴ്സ് ആദ്യം നന്നാവണം. എന്നാലേ അത് കുട്ടികൾ പഠിക്കുള്ളൂ. പറഞ്ഞ് പഠിക്കണമെങ്കിലും കൂടുതൽ എഫക്റ്റീവ് ആണ് കണ്ട് പഠിക്കുന്നത്. അവരെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, അവരത് ചെയ്യും. അപ്പൊ നമ്മൾ ബ്രഷ് ചെയ്യണ കണ്ടാണ്ട് കുട്ടികളും പറയും എനിക്കും ബ്രഷ് ചെയ്യണം അമ്മന്റെ പോലെ, അങ്ങനെ പറയും. അപ്പൊ നമ്മൾ എന്താണോ ചെയ്യണത് അതാണ് കുട്ടികളിൽ എഫക്ട് ചെയ്യണത്. അപ്പൊ നമ്മുടെ ഒരു ഷെയ്ഡാണ് നമ്മുടെ കുട്ടികള്. അപ്പൊ നമ്മള് നല്ല രീതിയിൽ കുട്ടികളെ വളർത്തണമെങ്കിൽ നമ്മൾ നല്ല രീതിയിലാവണം. അതാണ് ഫാമിലിന്റെ ഇമ്പോർട്ടൻസ് കുട്ടികളിൽ വരുത്തണത്. അവരുടെ ബിഹേവിയറിൽ ഒരു ഫാമിലി ഇൻവോൾവ് ആവണം. അങ്ങനെയാണ് കുട്ടികൾ ഏറ്റവും കൂടുതൽ വിഷ്വൽ ആയിട്ടാണ് കണ്ട് പഠിക്കാനാണ് കൂടുതൽ ശ്രമിക്കുക. ഇപ്പൊ എന്താണ് മനസ്സിലാക്കാൻ തുടങ്ങുന്ന പ്രായത്തിലും സംസാരിക്കുന്ന പ്രായത്തിന്റെ മുമ്പും നമുക്കൊരു കാര്യം മനസ്സിലാവുന്നതിന്റെ പ്രായത്തിന് മുമ്പ് പോലും കണ്ട് പഠിക്കും. നമ്മളിപ്പോ ഒരു വേസ്റ്റ് ബിന്നിക്ക് ഇടണത് നമ്മൾ നോർമലി ചെയ്തായിരിക്കും നല്ല ശീലമായിട്ട്. പക്ഷെ ആ കുട്ടിയും ഒരു വേസ്റ്റ് പുറത്ത് കണ്ടാൽ ഇത് വേസ്റ്റ് ബിന്നിൽ പോയിടും. അത് നമ്മൾ ആ കുട്ടിനോട് പറഞ്ഞിട്ടാവില്ല, പക്ഷെ നമ്മൾ ചെയ്യണ രീതിയാണ്. അവിടെയാണ് ഫാമിലിന്റെ ഇമ്പോർട്ടൻസ്. പക്ഷെ നമ്മള് വഴക്കൂടുക, കുട്ടീനെ മൈൻഡാക്കാതെ നമ്മള് കുട്ടിക്ക് മനസ്സിലാവണല്ലോ എന്നുള്ള രീതിയിൽ പെരുമാറിയാല് കുട്ടികൾ നല്ല ഇൻഫ്ലുവൻസ് ചെയ്യും. അവർക്ക് നന്നായി മനസ്സിലാവുന്നുണ്ട്, അവർക്കത് എന്താന്ന് അറിയണ്ടാവില്ല. പക്ഷെ അങ്ങനെ സംസാരിച്ചാൽ ഞാൻ എന്തോ ആണ് എന്നുള്ള രീതിയിൽ അവരും ഒരു ആ കുട്ടീന്റെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളോട് ഉച്ചത്തിൽ സംസാരിക്കാനും അങ്ങനെ ബിഹേവിയർ ചെയ്യാൻ ശ്രമിക്കും. കാരണം ഇത് മോശമാണോ എന്നുള്ളത് അവർക്ക് അറിയില്ല. ഇത് നമ്മളെ ഫാമിലി ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ അത് കുഴപ്പമുണ്ടാവില്ല എന്നുള്ള രീതിയിലാണ് ചെയ്യുക. അപ്പൊ നമ്മളെപ്പോഴും
നമ്മൾ നന്നാവാനാണ് ശ്രമിക്കണം. നമ്മൾ ഈ കാര്യങ്ങൾ നല്ല ഗുഡ് ബിഹേവിയേഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ടോന്ന് ഫസ്റ്റ് നമുക്കൊരു നോളജ് വേണം. എന്നിട്ടാണ് കുട്ടികളിൽ അത് അടിച്ചേൽപ്പിക്കാനോ അത് മനസ്സിലാക്കിപ്പിക്കാനോ നിൽക്കാൻ പാടുള്ളൂ. പിന്നെ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോം പറയട്ടെ. അവിടെ അത് പറയണത് എന്താ വെച്ചാല് നമ്മുടെ കുട്ടികളില് സ്വന്തമായിട്ട് ക്ലീൻ ആൻഡും ഹെൽത്തി ആയിട്ട് ഇരിക്കാനും നമ്മൾ ശ്രമിക്കണം. അവർ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വാഷ് ചെയ്യാൻ പറയാ, അവരുടെ പ്ലേറ്റ് കഴുകി വെക്കാൻ പറയാ, എന്നും കുളിക്കണം, അതാ നല്ല ശീലം. എന്നും ക്ലീൻ ആയിട്ട് ഇരിക്കുമ്പോഴാണ് നമ്മള് നല്ല ഭംഗിയായിട്ട് ഇരിക്കാന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ അവരെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. നല്ല പല്ല് തേച്ചാൽ നല്ല വൈറ്റ് ടീത്താവും, എല്ലാവർക്കും ഇഷ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ നമ്മളെ രീതിയിൽ കൊണ്ടുവരണം. അടിച്ചേൽപ്പിക്കാതെ രസകരമായി അവരോട് സംസാരിച്ച് ചെയ്യിപ്പിക്കുക. പിന്നെ വെള്ളം കുടിച്ചാൽ നല്ല ശക്തി വരും എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഉഷാറാക്കുക. എന്താണ് ഹെൽത്ത് എന്താന്ന് അവർക്ക് അറിയില്ലല്ലോ. അപ്പൊ നമ്മള് ഓരോ രീതിയിൽ പറഞ്ഞ് അവരെ മനസ്സിലാക്കിപ്പിക്കുക. പിന്നെ തുമ്മുമ്പോ കർച്ചീഫ് യൂസ് ചെയ്യാനൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കണം. എന്താ വെച്ചാല് ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ചെയ്താലാണ് എല്ലാവരും നമ്മൾ ഗുഡ് ബോയ് ആണെന്ന് പറയാ. മറ്റേത് ഈ ബാഡ് ബോയ്സ് ആണ്, ബാഡ് ഗേൾസ് ആണ് ഇങ്ങനെ ചെയ്യണത് എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെ പറയുമ്പോൾ അവർക്ക് കൂടുതൽ എഫക്റ്റീവ് ആവും. അപ്പൊ ഇവര് നന്നാവാൻ ശ്രമിക്കും. ബാക്കിയുള്ളവരുടെ മുമ്പിൽ നമ്മള് നല്ല കുട്ടിയാവണം, ഗുഡ് ബോയ്സ് ആണ്, ഗുഡ് ഗേൾസ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവരത് ശീലിക്കുക. അല്ലാതെ തുമ്മും കർച്ചീഫ് യൂസ് ചെയ്യ്, നിന്നോട് പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞാല് അവര് വിചാരിക്കും ഞാൻ എന്ത് പറഞ്ഞേനും എന്നെ അമ്മ ചീത്ത പറയാണ്, എന്താപ്പ അങ്ങനെ ചെയ്യാണ്ടിരുന്നാല് അങ്ങനെ വിചാരിക്കും. നമ്മള് മറ്റുള്ളവരുടെ മുമ്പിൽ ഓരോ ഗുഡ് ആക്കിക്കാണ്ട് എല്ലാവരും ഗുഡാവും, എല്ലാവരും ക്ലാപ്പ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ചെയ്യിപ്പിച്ചാല് അവർ ഉഷാറായിട്ട് ചെയ്യും. പിന്നെ നമ്മൾ ഫ്ലാഗിനെ പറ്റി പറയുമ്പോ തന്നെ നമ്മൾ പറയാ ഇത് ക്ലീൻ ആക്കി കൊണ്ടുവന്നാല് ഗുഡ് ബോയ്സ് ആണ്, ബാഡ് ബോയ്സ് ആണ്, നമ്മളത് ഇതാക്കുക. ഇതിന്റെ ഇമ്പോർട്ടൻസ് ഒന്നും ഞാൻ മോണ്ടിസോറി എന്നുള്ള ടീച്ചർ രീതിയിലായിട്ട് പറയണം. ആ കുട്ടികൾക്ക് അറിയുണ്ടാവില്ല എന്താണ് നമ്മളെ അത്രയും ഇമ്പോർട്ടൻസ്. അങ്ങനെ പറഞ്ഞു കൊടുത്താലൊന്നും അറിയണ്ടാവില്ല. നമ്മൾ പറയണം ക്ലീൻ ആയി കൊണ്ടുവരുന്ന കുട്ടികളത് നല്ല മാർക്ക്, നല്ല കുട്ടികളെ നമ്മള് എല്ലാവരുടെ ഇടയിലും പറയും. അങ്ങനെ പറഞ്ഞാൽ എല്ലാവരും ക്ലീൻ ആക്കി കൊണ്ടുവരും. അങ്ങനെ നമ്മൾ അവരെ പറഞ്ഞു കൊടുക്കുക. പിന്നെ അതിന്റെ ഇമ്പോർട്ടൻസ് അങ്ങനെ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ഓക്കെ. നല്ല രീതിയിൽ നല്ല ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നിട്ടോ. ഓക്കെ, താങ്ക് യു മാം. അപ്പൊ ക്ലാസ്സിന്റെ ടൈം പ്രശ്നമുള്ളതുകൊണ്ട് നിങ്ങളെ കൊണ്ട് ഞാൻ ഓർത്ത് വെച്ചേക്കാം. ഫർസാന, അലീന, അഫ്സ 3 പേരെ കൊണ്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയിപ്പിക്കാം, എക്സ്പ്ലെയിൻ ചെയ്യിപ്പിച്ചോളാം. ഓക്കെ, ക്ലാസ് തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് മനസ്സിലായെന്നുള്ളത് പറയിപ്പിച്ചിട്ട് ഞാൻ അടുത്ത ക്ലാസ് എടുക്കുള്ളൂ കേട്ടോ. ഓക്കെ അല്ലേ? മാം ഒരു ഡൗട്ട് ചോദിക്കട്ടെ? പറഞ്ഞോ. പിന്നെ നമ്മളിപ്പോ ആക്ഷൻ സോങ് ഒക്കെ നമ്മളോട് ഇങ്ങനെ ക്ലാസ് എടുക്കുന്ന ടൈമിൽ കാണിക്കാൻ പറയണില്ലേ, അത് നമുക്ക് വീഡിയോ ആയിട്ട് ഗൂഗിൾ ക്ലാസ് റൂമിൽ കുറച്ച് പേർക്ക് വെച്ചിട്ട് ഇങ്ങനെ കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്നറിയാമോ? എനിക്ക് എപ്പോഴും അത് അസസ് ചെയ്യാനായിട്ട് ഭയങ്കര, എല്ലാവർക്കും അത് അസസ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുള്ളൂ ആക്ഷൻ സോങ്. അപ്പൊ നമ്മള് ആക്ടിവിറ്റി ആകുമ്പോ ഇത്രയും പേരുടെ മുമ്പിൽ ചെയ്യണമെന്നുള്ളൊരു ആ ഒരു ഭയം ഇല്ലാണ്ടാവും. കാരണം കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതൊക്കെ പോയി കുട്ടികളുടെ മുമ്പിൽ കാണിക്കുമ്പോ ആ ഒരു പേടിയും ആദ്യം ചെയ്യണേന്റെ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ അങ്ങോട്ട് അവോയ്ഡ് ചെയ്ത് നമ്മ നല്ലൊരു നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ പറയുന്നത്. ക്ലാസ്സിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഓക്കെ, കുഴപ്പമില്ലല്ലോടാ? അപ്പൊ താങ്ക് യു കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. താങ്ക് യു മാം. ഫസ്റ്റ് എയ്ഡിന്റെ ചാപ്റ്ററിന്റെ MCQ ഇടാൻ പറയോ? ഓക്കെ, ഞാൻ പറഞ്ഞോളാം. ഓക്കെ, ഫസ്റ്റ് PDF മൊത്തം എടുത്തു തരുന്നോ? എന്താണ് ഫസ്റ്റ് മൊഡ്യൂൾ മൊത്തം എടുത്തു തരുന്നു? അതെനിക്ക് അറിഞ്ഞൂടെ, ടീച്ചേഴ്സ് ഷെയർ ചെയ്യണോണ്ട് ഞാൻ ചോദിച്ചു നോക്കട്ടെ കേട്ടോ. ഫസ്റ്റ് മൊഡ്യൂൾ മുഴുവനായിട്ട് എടുത്ത് തീർന്നിട്ടില്ല. ചാപ്റ്റർ ഇങ്ങനെ നോക്കട്ടെ, ഞാൻ ചോദിച്ചു നോക്കാം കേട്ടോ മിസ്സുമാരോട് ഏതൊക്കെ തീരാനുള്ളതെന്ന് എല്ലാവരും. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം.